ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ആരാധനകളുടെ ആകാശയാത്ര എന്ന വിഷയം. ആരാധനകളുടെ ആകാശയാത്ര എന്ന് പറയുമ്പോൾ ഉസ്താദ് ഒരു ഇസ്റാഉം മിഅ്റാജും പറയാൻ ഉദ്ദേശിക്കുകയാണോ എന്ന് നിങ്ങൾ ആരും കരുതണ്ട. സുനിത വില്യംസിന്റെ ആകാശയാത്രയും ചൈനയിലേക്കും ചൊവ്വയിലേക്കും പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചരിത്രവും ആധുനിക കാലഘട്ടത്തിൽ ചിന്തോദ്ദീപകമായ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കിയിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനത്തെ ഒരു പഠനമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ദുനിയാവിന്റെ ജീവിതം പോലും ഒരു സഞ്ചാരമാണെന്ന് ചിന്തകന്മാര് പറഞ്ഞതുപോലെ കമലാസുരയ്യ ഒരിക്കൽ എഴുതുകയുണ്ടായി, ഒഴുകുന്ന ഒരു പുഴ പോലെ ശാന്തമായി എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അതും ഒരു സഞ്ചാരമാണ്. അങ്ങനെ എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാത്ത ഒന്ന് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആരാധനകളാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും ആരാധനകളും ഒരു ദിവസം 2 പ്രാവശ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ദുനിയാവിൽ കെട്ടിക്കിടക്കുന്നില്ല, അതെല്ലാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത പ്രയാണമാണ്, യാത്രയാണ്. ആകാശങ്ങളിലൂടെയുള്ള ആരാധനകളുടെ യാത്രയെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇബാദത്തുകളും ആരാധനകളും ഓരോ ദിവസവും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഒരു സുബ്ഹാനല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ 7 സ്ഥലത്ത് അതിനെ പരിശോധന നടത്തുമെന്നാണ്. നമ്മുടെ ആരാധനകളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഉന്നതമായ സൗദത്തിലേക്ക്, സുന്ദരമായ സ്വർഗം കരഗതമാകാൻ. നാളെ പരലോകത്ത് നന്മ തിന്മ എഴുതിയ കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ആ കിതാബിനകത്ത് നന്മയുടെ ആധിക്യമുണ്ടാകണം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മയുടെ ത്രാസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആരാധനകളെ പരിശോധന നടത്തുമ്പോൾ നന്മയുടെ ത്രാസിൽ ഭാരം കൂടുതലായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം നിസ്കരിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, ആരാധന അർപ്പിക്കുന്നത്. സിറാത്ത് പാലത്തിലൂടെ അതിവേഗം കടന്നു പോകണം. അങ്ങനെ ഒരുപാട് പരലോകവുമായി ബന്ധപ്പെട്ട അടങ്ങാത്ത ആഗ്രഹവും ആവേശവും ആശയുമായി കഴിയുന്ന സാധുക്കളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ആരാധനകളൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിച്ചില്ലെങ്കിലോ? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കൂല. അതെങ്ങനെ പറ്റും സാറേ? ഞാൻ ഭയങ്കര തിരക്കിനിടയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കണത് അള്ളാഹു സ്വീകരിക്കാൻ വയ്യെങ്കിൽ പിന്നെ ആരെ ഇബാദത്ത് പടച്ചോളൂ? ഇസ്ലാമിക ചരിത്രത്തിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശരീരത്തിലേക്ക് വലത്തിലേക്ക് വിഷലിപ്തമായ കടാരയുടെ കുത്തേറ്റുകൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ ഇമാമത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബോധരഹിതനായി നിലംപതിച്ചു നിലത്തു വീണ ചരിത്രം നമുക്കറിയാം. മുൻഗാമികളായ ഒരുപാട് മഹാനുഭാവന്മാർ സുബഹി നമസ്കാരത്തിന് പോകുന്ന വഴിയും സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഒക്കെയാണ് മരണപ്പെട്ടുകൊണ്ടിരുന്നത്. പലരും ഷഹീദായിരുന്നു. ചില ചെറുപ്പക്കാർ പറയും, അതുകൊണ്ടാണ് ഉസ്താദേ സുബഹി ഒഴിച്ച് ബാക്കി എല്ലാ വഖത്തിനും നമ്മൾ പള്ളിയിൽ പോകും. സുബഹിക്ക് എങ്ങനെ പോണത്? ഇപ്പൊ നിർത്തിയിരിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് കുത്തേറ്റുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് റമളാനു ശരീഫിന്റെ 17-ാം രാവിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഷലിപ്തമായ കടാരയുടെ കുത്തേറ്റുകൊണ്ട് മറിഞ്ഞു വീണു ബോധം നഷ്ടപ്പെട്ടു. പുറകിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നവർക്ക് മറ്റൊരു ഇമാമത്ത് വന്നു. നിസ്കാരം പൂർത്തിയായി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് വെള്ളം കുടഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വിളിച്ചുണർത്തുമ്പോൾ ആദ്യമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സുബഹി നമസ്കാരത്തെ നിങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന
ഇമാമത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന സുബഹി നിസ്കാരത്തെ എങ്ങനെ നിങ്ങൾ പൂർത്തീകരിച്ചു എന്ന വേദനയോടുകൂടിയുള്ള ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം. എന്താണ് ഈ ചോദ്യം നമ്മെ പഠിപ്പിക്കുന്നത്? ആ സമയത്ത് പോലും നിസ്കാരത്തിന്റെ ശ്രദ്ധയാണ്. നമ്മൾ അറ്റാക്ക് ഒന്ന് വരുമ്പോ പ്രമാണം തപ്പി നോക്കും, അതുണ്ടോ അല്ലേ? മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള മാനസികമായ ചിന്ത എന്നെയും നിങ്ങളെയും തകർത്ത് കളയും. പെട്ടെന്നൊരു രോഗം വരുമ്പോ പെട്ടെന്ന് തന്നെ മക്കളെയൊക്കെ വിളിച്ച് തലോടി കാര്യം പറഞ്ഞുകൊണ്ട് വാപ്പ എത്ര നാളുണ്ടെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മക്കളെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളുടെ പാണ്ടക്കെട്ടുമായി ഭൗതികമായ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് പറഞ്ഞു വിട്ട മനുഷ്യരെ, അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് എന്ത് ധൈര്യത്തിലാണ് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നത്? പച്ചമണ്ണാകുന്ന 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ചൂട്ടയിൽ മുസ്ലിം ജവാബിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് കബറടക്കുമ്പോ എന്തുണ്ടെന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്? 60 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ ഭൗതികമായ ലോകത്ത് ഒരുപാട് സുഖമനുഭവിച്ചുകൊണ്ട് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആർഭാടത്തോടെ ജീവിച്ചു പോറ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ജീവിതത്തിന് പകരം എന്ത് പടച്ചതമ്പുരാന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി കൊടുക്കാനുണ്ട് എന്ന് അല്ലാഹു നമ്മളോട് ചോദിച്ചാൽ ധൃതി പോട്ട് ഇറങ്ങിപ്പോകുന്ന കുറെ നമസ്കാരങ്ങളുണ്ട്. 10 പേർ അറിയപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന കുറെ സ്വതക്കകളുണ്ട്. ഇതിനപ്പുറം ഇഖ്ലാസോടെ കണ്ണുനീരോടെ അള്ളാഹുവിന് സമർപ്പിച്ച 1-2 സെക്കൻഡെങ്കിലും നമ്മുടെ 60-70 വയസ്സിനകത്തിന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ രാത്രി കഴിയുമ്പോൾ ഞാനും നിങ്ങളും അതിന് പാകപ്പെട്ട മനസ്സോടുകൂടി എഴുന്നേറ്റ് പോകണം. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ഇബാദത്തുകളെ, ആരാധനകളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പടച്ചതമ്പുരാൻ നിശ്ചയിച്ച മാലാഖമാര് കൊണ്ടുപോകുമെന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് മനോഹരമായി പറഞ്ഞു കൊടുക്കുന്ന സുന്ദരമായ ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പല വ്യത്യസ്തമായ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം മുആദ് റളിയല്ലാഹു തആല അൻഹു അലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ്, എന്റെ സമുദായത്തില് ഹറാമിനെ കുറിച്ച് ഹലാലിനെ കുറിച്ച് ഏറ്റവും അധികം ബോധ്യമുള്ളത്, ഏറ്റവും അധികം വിവരമുള്ളത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദേ, നിനക്ക് ഞാനൊരു പ്രത്യേകമായ ഇൽമു പഠിപ്പിച്ചു തരാൻ പോവാണ്. ഇത് നീ പഠിക്കുക, പ്രചരിപ്പിക്കുക, പിൽക്കാലത്ത് വരുന്ന ജനങ്ങൾക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായിരിക്കും മുആദേ. അല്ലാഹുവിന്റെ ഹബീബ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല അൻഹു വളരെ കൊതിയോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് പറഞ്ഞാലും. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അന്ന അബ്വാബസ് സമാഇ ദുനിയാ യർദുൽ അഅമാൽ. ആരാധനകളെ പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന്റെ ആരാധനകളെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എത്തുന്നതിന് മുമ്പ് ദുനിയാവിന്റെ ആകാശം എന്ന് പറയുന്ന 7 കവാടങ്ങളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. 7 കവാടങ്ങളിലും പരിശോധന നടത്തിയിട്ട് 7 സ്ഥലത്തും വിജയിക്കുന്ന ആരാധനയല്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കൂല. 7 സ്ഥലത്ത് പരിശോധിക്കാനുള്ള പവർ നമ്മുടെ ആരാധനക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നുരുമ്പിപ്പോര ആരാധനകളെ 7 സ്ഥലത്ത് പോയിട്ട് 1ാമത്തെ കവാടത്തിൽ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള പവർ എന്റെയും നിങ്ങളുടെയും ഇബാദത്തുകൾക്ക്, ആരാധനകൾക്കുണ്ടോ എന്നാലോചിക്കും. നമ്മളെല്ലാവരും അള്ളാഹ് അങ്ങ് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞാണ് അങ്ങ് ചെയ്തു കൊടുക്കുക. തല ചൊറിഞ്ഞുകൊണ്ട് യാസീൻ ഓതിയാലും, കിബിലയ്ക്ക് നേരെ കാല് നീട്ടിയിട്ട് ദിക്ർ ചൊല്ലിയാലും, സുബ്ഹാനല്ലാഹി വബിഹംദി പറയുമ്പോൾ മോളെ ആടിനഴിച്ച് കെട്ടിടി സൂറ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയാലും എല്ലാം അള്ളാഹു അങ്ങ് സ്വീകരിച്ചോളും. പടച്ചോൻ ഇങ്ങനെ ഓശാരത്തിന് കിട്ടുന്നത് വാങ്ങാൻ വേണ്ടി വഴിയിലിരിക്കുന്ന യാചകനല്ല. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്ന പത്തരമാറ്റത്തെ ഇബാദത്തുകളല്ലാതെ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഖബറിൽ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ചെയ്തു വെച്ചിരിക്കുന്ന അഅ്മാലുകൾ എവിടെ പോയിട്ടതിന്റെ പ്രതിഫലം വാങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ന അബ്വാബ സമാഇ ദുനിയാ യറദ്ദുൽ അഅ്മാൽ. ആരാധനകളെ, ഇബാദത്തുകളെ, അഅ്മാലുകളെ മുഴുവനും ഓരോ കവാടത്തിലുള്ള മാലാഖമാര് വലിച്ചെറിയപ്പെടും. അവരെല്ലാം വലിച്ചെറിയും. പരിശോധന നടത്തിയിട്ടവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് സ്വീകരിച്ച് 7 പരിശോധന കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ എന്റെയും നിങ്ങളുടെ ഒരു സുബ്ഹാനല്ലാഹ് പോലും എത്തുന്നത് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുമ്പോ മുആദ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഈ സാധുവാര മുആദിന്റെ ആരാധനകൾ, ഈ സാധുവാര മുആദിന്റെ ഉറക്കമിടിച്ചലുകൾ, ഈ സാധുവാര മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വതക്കകൾ അള്ളാഹുവിന്റെ നബിയേ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എത്തിയോ എന്നറിയാ, എത്തുമോ എന്നറിയാ. അവിടെ നിന്ന് പെട്ടെന്നിറന്ന് വിശദീകരിച്ചാലും മുത്തുനബിയെ, അല്ലാഹുവിന്റെ ഹബീബാര പ്രവാചകര് പറഞ്ഞു, മുആദേ, ഒന്നാമത്തെ കവാടത്തിൽ അല്ലാഹു പരിശോധിക്കുന്നു. ഇത് പറയുന്ന ഓരോ തെറ്റും ഓരോ ദിവസമാണത് അല്ലാഹു പരിശോധിക്കുന്നത്. ഇന്ന് സുബഹി മുതൽ ഇന്ന് മഗ്രിബ് വരെയുള്ള ചൂട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള നിങ്ങൾ ചെയ്ത ഇബാദത്ത് മഗ്രിബ് നിസ്കാരം കഴിയുന്നതോടെ എടുത്തുകൊണ്ട് പോവാൻ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോകും. മഗ്രിബ് മുതൽ സുബഹി വരെയുള്ളത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പടച്ചോന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാൻ. ഇത് പറയുമ്പോൾ ചില യുക്തിവാദി ചിന്തകളുള്ളവർ പറയും, അള്ളാഹ് പിന്നെ അങ്ങനെ കണക്ക് നോക്കി ഇന്റർനെറ്റുമായിട്ട് അവിടെ ഇരിക്കല്ലേ, ഇപ്പൊ നമ്മുടെ ഇബാദത്തിന്റെ റക്അത്തിന്റെ എണ്ണം നോക്കാൻ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. തൊപ്പി മാറി, ദാടിയുടെ മോഡൽ മാറി, കുപ്പായത്തിന്റെ അളവൊക്കെ മാറി വന്നപ്പോൾ ടൈയും കെട്ടി പള്ളിയിലെ മുസ്ലിയാരെ ബുഖാരി എറിയുമോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണിത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിഷ്പക്ഷമായിട്ട് എന്തിനാണ് നമ്മുടെ റമദാനും നമ്മുടെ പള്ളികളും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇസ്ലാമിന്റെ തനതാര മൂല്യങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് വെറും വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരശൂന്യമായ പ്രവണത മാറ്റാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് സുബഹി മുതൽ മഗ്രിബ് വരെയും മഗ്രിബ് മുതൽ സുബഹി വരെയുമുള്ള എന്റെയും നിങ്ങളുടെയും ആരാധനകൾ പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പ് 7 സ്ഥലത്ത് വെച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ഥലത്ത് പരിശോധിക്കുമ്പോഴും വിജയിക്കുമ്പോ മാത്രമാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. വിജയിച്ചില്ലെങ്കിലോ ആ ഇബാദത്തുകളെ വളരിബോ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹാ, അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു മലക്കുകളോട് പറയും. ആ ഇബാദത്ത് എനിക്ക് വേണ്ട, ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു മലക്കുകളോട് പറയും. ഒന്നാമത്തെ കവാടത്തിൽ എന്താ പരിശോധിക്കുന്നത്? സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള ഇന്നത്തെ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കവാടം കടന്ന് പടച്ചതമ്പുരാന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ കവാടത്തിലേക്ക് എത്തണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യറദ്ദുൽ അമലു ബിൽ ഗീബാ, യറദ്ദുൽ അമലു ബിൽ ഗീബാ. ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു പരിശോധിക്കും. പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് വളരിബൂ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹാ, മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. പിന്നെ രണ്ടാമത്തതിൽ പരിശോധിക്കാൻ നിൽക്കൂല, അവിടെ വെച്ച് തന്നെ സ്വീകരിക്കുക, വലിച്ചെറിയുകയാണ്. രണ്ടാമത്തതിൽ പിന്നെ പരിശോധനയില്ല. ഇത് പറയുമ്പോ സഹോദരിമാര് ചിന്തിക്കും, അല്ലാഹുവേ 7 സ്ഥലത്തും പരിശോധിക്കണം എന്ന ചിന്തയിൽ ഞാൻ ഇരുന്നതാ. ഇപ്പൊ ഒന്നാമത്തെ തന്നെ എന്റെ കച്ചവടം ഒതുങ്ങി. നാവ് സൂക്ഷിക്കാൻ ആർക്കാണ് പറ്റുക? നമ്മൾ തന്നെ പള്ളിയിൽ വന്ന് ഇപ്പൊ വാല് കേട്ടിട്ട് പോവാണ്. ഇന്ന് വാല് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോ താത്ത ചോദിക്കും മച്ചാരടുത്ത്, മച്ചോ വാല് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അതിപ്പോ വാത് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാലും മോശമെന്ന് പറഞ്ഞാലും നമ്മളെ രീതി ഉണ്ടല്ലോ, ഒരു പരിഹാസത്തിന് ഇങ്ങനെയൊക്കെ നാക്കൊക്കെ നീട്ടി. ഇതെന്താണ്? വെറും അള്ളാഹുവിനെ കളിയാക്കലാണ്. ഒരാളെയും നമ്മൾ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും പാടില്ല. വൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്ം, ഗീബത്ത് പറയുന്നവരും അത് കേൾക്കുന്നവരും ഒരേപോലെ പാതകത്തിൽ കൂട്ടുകാരാണ്. ശിക്ഷ ഒരേപോലെയാണ്.
അടുക്കളയുടെ ഓരത്തിൽ നിന്നുകൊണ്ട് ചെവി ഇങ്ങനെ അപ്പുറത്തെ ജമീലാത്താരെ വീട്ടിൽ വെച്ചിട്ട് അച്ഛ കേട്ടായിരുന്ന ഇത് പറയൂലേ എത്ര സഹോദരിമാർ? ഇത് ഒളിച്ചു നിന്ന് കേൾക്കുന്നത് ഈബത്ത് പറയുന്നത് പോലെ ബാധകമാണ്. അതിന്റെ ശിക്ഷ ഇതേപോലെ കേൾക്കുന്നയാളിനും കിട്ടും. ഒരു കാരണവശാലും അത് കുറയൂല. രണ്ടുപേർക്കും ഒരേ തെറ്റാണ്. ഈബത്ത് പറയുന്നത് കേൾക്കാൻ രസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവര് തന്നെ വൈകുന്നേരം പറയടാ കോയ റോഡിലോട്ടൊന്ന് ഇറങ്ങണ കാര്യങ്ങൾ പറയാനുണ്ട് എന്നു പറഞ്ഞാൽ അവന്റെ കയ്യിലിരിക്കുന്നത് കേൾക്കാൻ വലിയ സുഖമാണ്. അവനൊരു 10 വർത്തമാനം പറയുന്നത്, പ്രത്യേകിച്ച് പള്ളിയിലെ ഇമാമിനെ കുറിച്ചാണെങ്കിൽ അൽഹംദുലില്ലാഹ് മുസ്ലിയാർ അങ്ങോട്ട് വലിച്ചു കയറി നമ്മളങ്ങ് തിന്നു. ഇന്ന് ആർക്കും പോത്തും വേണ്ട, മട്ടനും വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിയാരാകുമ്പോ ഇച്ചിരി വയറൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ വെട്ടി തിന്നുകൊണ്ടിരിക്കുക. മട്ടനൊന്നും ദഹിക്കൂല. നമ്മൾ ആലോചിക്കൂ, ആഭാസത്തരത്തിന്റെ ഭാഷണങ്ങളുമായി ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നീ ചെയ്തു പോരാ ആരാധനയുടെ ഒരു മൂല്യങ്ങളും നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ മുന്നിൽ വാങ്ങാമെന്ന് കരുതണ്ട, കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. സ്വർഗലോകത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഖബറിന്റെ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുമ്പോഴും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഒന്നാമതായിട്ട് മുത്താഹി നബിതങ്ങൾ പറയുന്നത് നാവിനെ സൂക്ഷിച്ചോ. ഒരിക്കലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരായുധമാണ് നമ്മുടെ നാവ്. കിടക്കൂല, മര്യാദയ്ക്ക് കിടക്കൂല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അലപ്പും ബഹളവും. അള്ളാന്റെ ഹബീബ് പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ ഫഇന്ന കസറത്തൽ കലാമി തൂജദു ഖസ്വത്തൽ ഖൽബ്. അല്ലാഹുവിന്റെ കലാമല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തൽ കലാമി തൂജദു ഖസ്വത്തൽ ഖൽബ്. അങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഖസ്വത്തൽ ഖൽബ്, ഹൃദയം കാഠിന്യമായി പോകുമെന്ന്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈബത്ത് പറയുന്നവരുടെ ആരാധന അല്ലാഹുവിന്റെ മുമ്പിലെത്തുകയില്ല. മുത്തായ നബിതങ്ങൾ പറയുന്നു, ഇന്നക്കും ലാ തസ്ഊനന്നാസ ബി അംവാലിക്കും. പ്രവാചകർ പറയുന്ന കാരുണ്യത്തിന്റെ ദീപം നമുക്ക് പറഞ്ഞു തരുന്ന, പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ വിതറിത്തരുന്ന ആ പൊന്നാര നബിതങ്ങൾ പറയാ, ഇന്നക്കും ലാ തസ്ഊനന്നാസ ബി അംവാലിക്കും. ജനങ്ങൾക്കെല്ലാം പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. എല്ലാ ജനങ്ങൾക്കും പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. 100 ഇരിക്കട്ടെ, 500 ഇരിക്കട്ടെ, 50 ഇരിക്കട്ടെ, 1000 ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ജനങ്ങൾക്കും കാശ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വലക്കും നിങ്ങൾക്ക് സാധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഒരു ചിരി ഭാസിക്കുക. ആരൊക്കെ ഉണ്ടായി? അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞില്ല, ഇനി കുഴപ്പമില്ല. ഇന്ന് സലാമിനൊക്കെ ഇന്ന് യുദ്ധമാണ്. സലാമിനൊക്കെ ഇന്ന് സംഘടനാ നേതാവ് വിളിച്ച് പറഞ്ഞെങ്കിൽ അങ്ങോട്ട് പറയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിരി, ഈ ഒരു ചിരി, ഇത് വിശ്വാസിക്കുള്ളതാ. മുത്തുനബി പറഞ്ഞത് തബസ്സുമു സ്വദഖ, പുഞ്ചിരിക്കു സ്വദഖയുടെ കൂലി എന്ന് പറഞ്ഞ് ചൂട്ടയിൽ പള്ളിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ രസീതുമായിട്ട് നിങ്ങളെ വീട്ടിൽ വരുമ്പോ താത്തച്ചി ആ ഉസ്താദ് അങ്ങനെയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ഹീന്ന് പറഞ്ഞ് 10 രൂപയുടെ ചിരി കൊടുത്താൽ പോരാ, 100 രൂപയ്ക്ക് എന്ന് ചിരിച്ചാലും പോരാ. ആ ചിരിയല്ല. പുഞ്ചിരിക്കു സ്വദഖയുടെ കൂലി എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നമ്മൾ ഇന്ന് ഉമ്മയെ കണ്ടാ ചിരിക്കൂല. കാരണം എന്താ? ഉമ്മ കിടപ്പായി പോയി, മോന് നടപ്പായി പോയി. വാപ്പായെ കണ്ടാ ചിരിക്കൂല. കാരണം വാപ്പ ശ്വാസം മുട്ടും കൊരയാട്ട് എല്ലൊക്കെ എഴുന്നേറ്റ് നിന്നാണ് വാപ്പ ചുമക്കുമ്പോൾ. അപ്പോ മക്കള് നെഞ്ചും പിരിച്ചു നടക്കുന്ന മക്കൾക്ക് വാപ്പ അലർജിയാണ്. പട്ടിണിപ്പാവങ്ങളാരെ കൂടപ്പുറപ്പുകളും അലർജിയാണ്. അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത കാലഘട്ടമല്ലേ ഈ കാലഘട്ടത്തിൽ. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, അത്തബസ്സുമു സ്വദഖ. ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് സ്വദഖയുടെ കൂലി അല്ലാഹു തരുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും 500ഉം 1000ഉം രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതെന്താ? ബിവസ്തിൽ വജ്ഹി, മുഖപ്രസന്നതയോടുകൂടി അവരുമായി ഇടപെടാൻ കഴിയുന്നുണ്ട്. ഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവത്തോടെ അവരുമായി സംഗമിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ ഹബീബ് അതാണ് ചോദിച്ചത്. അതുകൊണ്ട് കല്യാണം മുടക്കികൾ ഉണ്ടാകുമല്ലോ നമ്മുടെ നാട്ടിൽ.
മരണ വീട്ടിൽ പോലും പ്രശ്നങ്ങൾക്ക് തിരിതെളിക്കുന്ന സംഭാഷണവുമായിട്ട് മയ്യത്തിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് കള്ളക്കണ്ണീരൊഴുക്കുന്നവരുണ്ടാകുമല്ലോ. വിദേശ രാജ്യത്ത് കാട്ടറബിയുടെ ആട്ടം തൂപ്പും കേട്ടുകൊണ്ട് പെടാപാടുപെടുന്ന പണിയെടുക്കുന്ന നിന്റെ കൂട്ടുകാരനോട് അവന്റെ ഭാര്യയെ കുറിച്ച് അസഭ്യവർഷങ്ങൾ മൊബൈലിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുടുംബകലഹമുണ്ടാക്കുന്ന എത്രയോ പേരുണ്ടല്ലോ. അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ നിസ്കാരത്തഴമ്പ് അള്ളാന്റെ മുമ്പിലെത്തൂല്ല. അതിന് നരകത്തിന്റെ കനൽക്കട്ട കൊണ്ടിടിച്ച അടയാളമായിരിക്കും അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിന്റെ മുഖത്ത് തെളിയുന്നത്. നിന്റെ ആരാധനയും നിന്റെ വറദയും നിന്റെ മഫ്തയും അത് ഊർലീനായിരുന്നാലും പറവിനായിരുന്നാലും ലാമിയായിരുന്നാലും അള്ളാന്റെ മുമ്പിൽ എത്തണമെങ്കിൽ മോളെ നാവ് സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ചില ആൾക്കാർ പള്ളിയിൽ വരും, 5 മണിക്ക് പള്ളിയിൽ വന്നാൽ പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞേ പോകും, അതുവരെ പള്ളിയിലാണ്. മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നിന്ന് സംസാരിക്കാൻ ചൂട്ടപ്പള്ളിയിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് വിശാലമായ സ്ഥലം. ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് നിന്നാൽ നിസ്കരിക്കാൻ ഒരുപാട് ഇടം. പക്ഷെ മുസ്ലിയാർക്ക് കിടക്കാൻ മാത്രം സ്ഥലമില്ല. പാവപ്പെട്ട ഉസ്താദന്മാർ, അള്ളാഹു താല അവർക്കൊക്കെ ഇതിന് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത കഷ്ടപ്പാടാട്ടോ, കണ്ട് പറയാതിരിക്കാൻ വയ്യ. ഈ CD എങ്കിലും പിടിച്ചുകൊണ്ട് പോയി 10 രൂപ കണ്ട് ലുലുവിനെ പോലെ ആരെങ്കിലും 10 രൂപ കൊടുത്ത് എവിടെയെങ്കിലും ഒരു വാടം കെട്ടി കൊടുത്താൽ പാവപ്പെട്ട ഉസ്താദന്മാർ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ്? ഒരു വിലയുമില്ല ആലിമീങ്ങൾക്ക് മുതലിയാരെന്നാ പറയാ. എന്തർത്ഥമാണ്? അള്ളാഹു ഈ സമുദായത്തെ അവസാനം വരുന്ന വിഭാഗങ്ങൾ പണവും പദവിയും പ്രതാപവും ഉണ്ടാകുമ്പോ ഈ സമുദായത്തിന്റെ ആദ്യം വന്ന പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത സകലമാന കുഴപ്പങ്ങളും ഉണ്ടാവാൻ കാരണമാണ് എന്ന് മുത്തുനബി പറഞ്ഞ ഒരു കാരണമാണ്. കൊതുകുപനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, പുലിപ്പനി, കടുവപ്പനി എന്നും പറഞ്ഞ് താത്തമാരും കാക്കമാരും ഇഞ്ചക്ഷൻ എടുക്കാൻ ഓടുന്നില്ലേ? 40 വയസ്സുള്ള ഒരു പെണ്ണ് മെനിങ്ങാന്ന് വെമ്പായത്ത് മരണപ്പെട്ടു. ഒരു കുഴപ്പം ഉണ്ടായില്ല, പനി മാത്രം. പെട്ടെന്നൊരു പനി വന്നു, പെട്ടെന്നൊരു മരണം. പഴയ കാലത്തില്ലാത്തതെല്ലാം വരുന്നതെന്താ? നമ്മളാകാത്തത് കൊണ്ടാണ്. നമുക്കിന്ന് ആരെയും വേണ്ടല്ലോ. കുറച്ചു പണമുണ്ടാക്കി വന്നപ്പോൾ, കുറച്ചു പണം കയ്യിൽ വന്നപ്പോൾ ഇസ്ലാമിന്റെ തനതാര ആദർശത്തെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് വീടിന്റെ ഒരു മൂലക്കിരുന്നുകൊണ്ട് മലയാളം സാഹിത്യത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഇസ്ലാമിനെ പഠിക്കാൻ പറക്കുമ്പോ ഇന്ന് മുസ്ലിങ്ങളായി ഇടപതിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ചൂട്ടയിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സ്ഥലം നമുക്ക് അറിഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ ബീഡിയും കത്തിച്ചു വന്നങ്ങോട്ടിരിക്കും. പറയണേ, സേനവാട പ്രസവം എന്താ, സിസേറിയൻ അസുഖോ? ഇതൊക്കെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ചർച്ച ചെയ്യും. 100 കണക്കിന് അനാവശ്യത്തിന് തിരിതെളിച്ചിട്ട് ബീഡി ഇങ്ങനെ പുകച്ചു വിട്ടിട്ട് പുക അകത്തേക്ക് ഊതി വിട്ടു കൊടുക്കും. അകത്തിരുന്ന് തവാറക്കല്ലതി ഓതന മുസ്ലിയാരെ കൊതു അടിക്കാതിരിക്കാൻ വേണ്ടി. പാവപ്പെട്ടവൻ നമ്മളെല്ലാം ഇത് ഞാൻ പറയുന്നത് ആരെയെങ്കിലും പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു സംഭവമല്ലേ, ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ഒരു ഉപ്പാപ്പാടെ ഫസാദ് കാരണം ഗതികെട്ട് കൊണ്ട് ചെറുമോൻ പറഞ്ഞ്, പാപ്പ വന്ന് പറഞ്ഞു, മോനെ എനിക്ക് പല്ലുവേദനയാണ്, ഒരു മരുന്ന് വേണം. ചെറുമോൻ പറഞ്ഞ് ഇച്ചിരി പെട്രോൾ മുക്കി പല്ലിൻ്റെ ഈ അകത്തോട്ട് വെച്ചു കൊടുത്താൽ വേദന അങ്ങ് മാറുന്നു. പാപ്പ പോയി ബൈക്കിൽ നിന്നിട്ട് പോലും പെട്രോൾ ഊറ്റിയെടുത്തോണ്ട് വന്ന് പല്ലിനകത്ത് വെച്ചു. പാപ്പ അങ്ങോട്ട് ബിസ്മീൻ ചൊല്ലി വീടി കത്തിച്ച് ദാ കിടക്കേണ്ട ദാടിയും മീശയും കൂടെ ഒരുമിച്ച് അങ്ങ് കത്തി. മോൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇനിയെങ്കിലും ഇച്ചിരി നോവം പങ്കിഴില്ല, ഈവത്ത് പറയലൊന്നും നിർത്തുമല്ലോ, അത് മതി, സമാധാനമായി. പെട്രോൾ വായിക്കാത്ത ഒഴിച്ചു കൊടുത്താൽ പോരാ, മൊത്തം ഒഴിച്ച് കത്തിക്കണമെന്നാ പറയാം. എന്തൊക്കെയാണ് പറയണമെന്നറിയൂ, ശ്രദ്ധിക്കൂല. ഈ നാവ് കാരണമായിട്ട് നരകത്തിൽ പോകുന്ന ജനങ്ങൾ അധികമാ. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോ. സുന്ദരമായ റമളാന് പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ ചൂട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്നത് വെറും പട്ടിണിയാറി മാറാൻ പാടില്ല. പള്ളിയിൽ വന്നാലും വന്നില്ലെങ്കിലും, കടയിലാണെങ്കിലും കമ്പോളത്തിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ മറ്റൊരാളുടെ മനസ്സിന് വ്രണമേൽപ്പിക്കല്ലേ, മറ്റൊരാളെ നമ്പരപ്പെടുത്തല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ ആരാധനകളെത്തൂല്ല. ഒരൊറ്റ ദിവസത്തെ ഇബാദത്ത്
ഇന്ന് സുബഹി മുതൽ മഅരിബ് വരെ ചെയ്തത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ഇന്ന് പകല് ഞാനും നിങ്ങളും ഈബത്ത് പറഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയ പറഞ്ഞിട്ടുണ്ടോ പടച്ചോനെ? ചില സഹോദരിമാര് പറയും കുടുംബശ്രീ ഇല്ലാതിരുന്നു അതുകൊണ്ട് അൽഹംദുലില്ലാ, അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. ചില സഹോദരങ്ങൾ പറയും അള്ളാഹുവേ ഇന്നലെ അവന്റെ മുമ്പ് പോയിരുന്ന് ആകെ മൊത്തം ഈബത്തും വസാദുമായിരുന്നു, ആകെ കുളമായി, വൈകുന്നേരം വരെ ഒരു പരുവത്തിന് കൊണ്ട് നടന്നത്. നമ്മൾ പലരും ചിന്തിക്കും നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ കഴിയേണ്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ ആര് വരും? പകൽ സമയത്തൊന്ന് പോയി നോക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ ചൂട്ടയിൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ പകൽ സമയത്തൊന്ന് പോയി നോക്കാൻ നമുക്ക് കഴിവുണ്ടോ? അത്രയ്ക്ക് ഭയപ്പെടുകയില്ലേ? അവിടേക്ക് നമ്മൾ എന്തും കൊണ്ടാണ് പോകുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈബത്ത് പറയുമ്പോഴും വസാദ് പറയുമ്പോഴും ഒരു രസവും സുഖവും നമുക്ക് തോന്നും. മറ്റുള്ളവര് കൈയടിക്കും. നിന്റെ തമാശ കേട്ടുകൊണ്ട് മറ്റുള്ളവര് പൊട്ടിച്ചിരിക്കുമ്പോ നിന്റെ ആരാധനകളെ അള്ളാഹുവിന്റെ മുന്നിലും ആക്കപ്പെടുകയാ. അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പറയുമെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ആര് ഈബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചാലും പിശാച് അനുവദിക്കൂല. കാരണം ഒന്നാം ആകാശത്തെ കവാടത്തിൽ തന്നെ യവൻ പൊളിയണം എന്ന് പിശാചിന് നിർബന്ധമാണ്. ഇനി ഏതെങ്കിലും സഹോദരിമാരെങ്ങനെ തീരുമാനമെടുത്തേ, സാറേ റമളാനിന് മുമ്പ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നാളത്തെ പകൽ ഞാൻ ഈബത്ത് പറയൂല, നാളത്തെ പകൽ ഞാൻ ഈബത്ത് പറയൂല തീരുമാനിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അള്ളാഹുയെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിച്ച് ദുആയൊക്കെ ആയിരുന്നു അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞു, എന്നെ കൊണ്ട് ഇന്നൊന്നും പറയിപ്പിക്കല്ലേ പടച്ചോ. ആ സമയത്ത് പിശാചിന് വലിയ ദുഃഖമാണ്. അള്ളാഹുവെ സൈനവ നന്നായി, അല്ലെങ്കിൽ നബീസ നന്നായി, ഇനി അവളെ കൊണ്ട് ഈബത്ത് പറയിപ്പിച്ച് നാട്ടിൽ വിത്തിനെ ഉണ്ടാക്കാൻ പറ്റൂലേ പടച്ചോനെ എന്നുള്ള ഒരു ദുഃഖം പിശാചിനുണ്ടാകും. പിശാച് ഇങ്ങനെ ശ്രമം നടത്തും. താത്ത വിട്ടുകൊടുക്കുന്ന പരിപാടി അടുക്കളയ്ക്കകത്ത് കയറി രാവിലെ 7 മണിയാവുന്നതിന് മുമ്പ് തന്നെ പുട്ട് പയർ പപ്പടമൊക്കെ റെഡിയായി. ഭർത്താവ് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അള്ളാഹുവെ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയോ ആവും. ഇന്നലെ വരെ 10 മണി വരെ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങണ പെണ്ണുമ്പുള്ളിയാണ്. സുബഹി നിസ്കരിച്ചുകൊണ്ട് അടുക്കളയിൽ കിടന്നുള്ള പരിപാടികളാണ്. അല്ലാഹു അക്ബർ. ഉടനെ മക്കളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് പറയും, പള്ളിയിലെ മുസ്ലിയാരെത്തി വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ മക്കളെ? പെണ്ണ് എൻ്റെ ഉമ്മക്ക് എന്തോ കൂടിയിരിക്കുകയാണ്, വാത കൂടിയിരിക്കുകയാണ്. ഉമ്മ വല്ലാത്ത കോലത്തിലാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. മാതാവെല്ലാം അടുക്കളയുടെ ജോലികളൊക്കെ ഒതുക്കി രാവിലെ തന്നെ മീൻ വന്നു. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് മീൻകാർ വന്ന് വിളിച്ചുണർത്തും. അതുകൊണ്ട് ഇടത്താഴം എന്തായാലും മുടങ്ങില്ല. അപ്പോ മീൻ രാവിലെ തന്നെ വന്നു. മാതാവ് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തീരുമാനിച്ചു, ഇന്നിനി ഒരു പരിപാടിയില്ല, ഈബത്തും വസാദും പറയാതിരിക്കാൻ വേണ്ടി നാവിനെ സൂക്ഷിക്കുന്ന കളരിയിലാണ്. അവസാനമാ മാതാവ് തീരുമാനിച്ചു, ഉച്ചവരെ ഒന്ന് സന്തോഷത്തോടെ കുറച്ച് ഖുർആനോദി ദിക്റും ചൊല്ലി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ടോ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും ഉറക്കമാണ് നല്ലത്. ഉണർന്നിരുന്നാല് ഭർത്താവിനോടും മക്കളോടും സംസാരിക്കുമ്പോ അയൽവാസികളെ കുറിച്ച് പലപ്പോഴും എനിക്ക് പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ടൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് കിടന്നുറങ്ങുമ്പോ വീടിന്റെ ഫോൺ ശബ്ദിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ പോയി എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴാണ് അപ്പുറത്തെ നബീസുമാണ് വിളിച്ചിരിക്കുന്നത്. എന്താ വിഷയം? കുടുംബശ്രീക്ക് വരണം, 2:30 മണിക്കാണ് മീറ്റിംഗ്. താത്ത പറഞ്ഞു, അല്ലാഹു അക്ബർ, പോയാ തീരും. ഇന്നത്തത് മാത്രമല്ല, എല്ലാ ദിവസത്തെ ഇബാദത്തിന്റെ കച്ചവടവും അതോടുകൂടി ഒതുങ്ങും, പോയാ തീർന്നു. അങ്ങനെ തീരുമാനിച്ചു, ഞാൻ കുടുംബശ്രീക്ക് പോവില്ല. രണ്ടാമത് വീണ്ടും ഫോൺ വന്നപ്പോ പറഞ്ഞു, ഞാനൊന്ന് സംസാരിക്കൂല, വന്നിരുന്നോളാം, വന്നിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടോളാം, ഞാനൊന്നും സംസാരിക്കൂല. തീരുമാനിച്ചിരിക്കുകയാണ് ഈബത്ത് പറയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പോയിരുന്നു, ഒന്നും സംസാരിച്ചില്ല. ചില സഹോദരിമാര് പറഞ്ഞു, നോക്കടി സൂഫി വന്നിരിക്കണോ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി താത്താടെ പരിശ്രമം. എന്നിട്ട് ചില സഹോദരിമാർ അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ചൂട്ടേപ്പള്ളിയുടെ പരിസരത്തുള്ള നീ സ്വർഗത്തിലാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുതിരത്താത്തമാരും സ്വർഗത്തിലാണ്, ഒരു കുഴപ്പമില്ല. കാരണം അത്രത്തോളം വൃത്തിഹീനമായി നടന്ന പെണ്ണ് നന്നാവാൻ പോയപ്പോ നമ്മൾ കൊടുക്കുന്ന പണിയാണ്. റമളാൻ മാസത്തിൽ നമ്മൾ കൊടുക്കുമല്ലോ. ആരെങ്കിലും പള്ളി വരുമ്പോൾ വിളിച്ചിരുന്ന് കഞ്ഞി കുടിക്കാൻ വരുന്നു, ഉണ്ണിയപ്പം തിന്നാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് പറഞ്ഞ് അവന് വിഷമം തോന്നി തിരിച്ചു പോരാൽ നിന്റെ തറാവീന്റെ കാര്യം പോക്കാം, അവൻ്റെത് പടച്ചോ നേരത്തെ കൊടുത്തോളൂ, നിന്റെ ഉള്ളതും പോക്കാം. നമ്മളായിട്ട് എന്തിനത് ഉണ്ടാക്കാൻ പോണം? അങ്ങനെ ഈ സഹോദരി ഫസാദിൽ നിന്ന്, ഈബത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴും പിശാചിന്റെ മനസ്സ് പറയുകയാ, ഈ പെണ്ണിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഈ പെണ്ണിന്റെ ഇന്നത്തെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഈ പെണ്ണിന്ന് ചെയ്ത ഖുർആൻ അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഇന്ന് ചെയ്ത സ്വതക്ക പടച്ച തമ്പുരാൻ സ്വീകരിക്കുമല്ലോ.
നൊമ്പരത്തോടെ വേദനയോടെ പിശാച് വീണ്ടും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും മഗ്‌രിബിന് ബാങ്ക് മുഴങ്ങാ സമയമായി. മഗ്‌രിബിന് സമയമായി. ആ സമയത്ത് സഹോദരി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, പടച്ചവനെ മഗ്‌രിബിന്റെ സമയമാകുന്നത് വരെ നാവിനെ സൂക്ഷിച്ചതുകൊണ്ട് എന്റെ ആരാധനകൾ ഇന്നത്തെ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞു കൊതിയോടെ കാത്തിരിക്കുമ്പോ അതാ പള്ളിയിൽ നിന്നും മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുന്നു. 10-30 വർഷമായിട്ട് ചൂട്ടേന്ന് കേട്ട ബാങ്കല്ല അന്ന് കേട്ടത്. അന്ന് ചൂട്ടയിലെ മുഅദ്ദിൻ സാഹിബിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കി, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. എവിടെന്നാ? ബാംഗ്ലൂരിൽ നിന്നാ, മലേഷ്യ എന്നാ ഇറങ്ങി വന്ന ഒരു സാധനം, ഒരു ബാങ്ക് അങ്ങോട്ട് കാച്ചി. എന്തൊരു ബാങ്കാണ്! ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കണം, കോഴി അറുത്തുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ വെച്ചിരിക്കണം. ബാങ്ക് കേട്ട് ആകെ സ്തംഭിച്ചു പോയി. ആ ബാങ്ക് വളരെ മനോഹരമായി, നല്ല ഈണവും നല്ല രാഗവും നല്ല സ്വരവും. ഇത് കേട്ടപ്പോ താത്ത പറയാണ്, അല്ലാഹു അക്ബർ, എത്ര നല്ല ബാങ്ക്! ഇന്നലെ വരെ നമ്മുടെ പള്ളിയിൽ എന്തിരിക്കണം എങ്ങനെ ഇത്രയും നേരം സൂക്ഷിച്ചത് എന്തേരായിപ്പോയി? 6:35 വരെയോ 45 വരെയോ നാവ് കൊണ്ട് ഫസാദ് പറയാതെ കാത്തു സൂക്ഷിച്ച പെണ്ണ് അവസാനം അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പടച്ചതമ്പുരാന്റെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനെ കുറിച്ച് തന്നെ ഫസാദ് പറഞ്ഞുകൊണ്ട് ആ ഒരു പകലിന്റെ ആരാധന മുഴുവനും നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇത് പിശാചിന്റെ ശ്രമമാണ് പെങ്ങളെ. അതുകൊണ്ട് ഗീബത്തുകളും അതുപോലെ ഫസാദുകളും പറയരുത്. ഒരു സഹോദരി വനിതാ ക്ലാസ്സിൽ ചോദിച്ചതാ, ഗ്ലോറിയെ കുറിച്ച് ഫസാദ് പറയുന്നത് കൊണ്ട് അള്ളാന്റെ മുമ്പിൽ തെറ്റുണ്ടോ? സീരിയലല്ലേ? ചില സഹോദരിമാരിപ്പോ പറയാ, അല്ലോ പാവോടി മാനസപുത്രി തീർന്നത് മുസ്ലിയാരെ അറിഞ്ഞില്ല, അണിയൊക്കെ ചെയ്ത് പുതിയ ഹരിചന്ദനം തുടങ്ങിയിട്ട് സൂറാന്നും പറഞ്ഞു ഓടിയതൊക്കെ അറിഞ്ഞൂടെ? അപ്പോ സീരിയലിലുള്ള നടികളെ കുറിച്ച് ഫസാദ് പറഞ്ഞാൽ അള്ളാന്റെ മുന്നിൽ തെറ്റ് കിട്ടുമോ എന്നാണ് സംശയം. ആലോചിക്കണം, എവിടം വരെ എത്തി നമ്മുടെ ഈമാന്റെ പവർ. അതാണ് നമ്മുടെ സഹോദരങ്ങൾ. ആലോചിക്ക്, ഒരു ഇബാദത്ത് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയില്ലാരെങ്കിൽ എങ്ങനെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കും? എങ്ങനെ ഖബറിന്റെ അകത്ത് നിൽക്കുമെന്ന്? കണ്ണങ്കോട് പള്ളിക്കകത്ത് 5 ഖബറുകളാണ്, പള്ളിയുടെ പരിസരത്ത് 5 ഖബറുകളാണ് കുഴിച്ചത്. ഇന്ന് 7:20 5 മയ്യത്തുകളാണ് ഒരു പള്ളിയുടെ ഖബർസ്ഥാനിൽ 5 ഖബറിലേക്ക് ഇറക്കി വെച്ചത്. ആലോചിക്കണം, നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർ, ഇന്നലെ വൈകിട്ട് ചാര കുടിച്ചവർ, കാരേറ്റിനടുത്ത് പെരുന്തവനെന്ന് പറയുന്ന സ്ഥലത്ത് മാരുതി തകർന്ന തരിപ്പണമാറി ഇടയിൽ നിന്നെന്റെ പ്രിയമുള്ളവരെ വലിച്ചൂറിയെടുത്ത ശരീരമില്ലേ? രക്തക്കട്ടകള്, മാംസപിണ്ഡങ്ങള്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നാളെയാവട്ടെ, സമയമാകട്ടെ, റമദാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കണ്ട. നാളിന്നു പോകുന്നു, നാളെ ആകട്ടെ, നാളേക്കു നാളെ നീ നീളം വിട്ടാട്ടെ. മോയിൻകുട്ടി വൈദ്യര് പറയാണ്, നാളിന്ന് പോകുന്നു, നാളെ ആകട്ടെ, നാളേക്ക് നാളെ നീ നീളം വിട്ടാട്ടെ. നാളെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ ബാക്കിയുള്ളവര് നിന്നെ ചെയ്യേണ്ടി വരും. കുളിപ്പിച്ച് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി അടക്കം വന്ന് നിരാശയോടെ ഖബറിന്റെ അകത്തേക്ക് പോകാൻ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ നിന്റെ വേദന നീ അറിയേണ്ടി വരും. അങ്ങനെയാണ് ഒരു മയ്യത്തിന് അനുഭവം ഉണ്ടാവുക. ഒരു മയ്യത്ത് വീട്ടിന്റെ അകത്ത് കിടക്കുമ്പോ പള്ളിയുടെ പള്ളിപ്പറമ്പിൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്താൻ വേണ്ടിയിട്ട് മൺവെട്ടി കൊണ്ട് 1ാമത്തെ വെട്ടുവെട്ടുമ്പോ മയ്യത്തിന്റെ നെഞ്ചു പിളർന്ന വേദന ഉണ്ടാകുമെന്നാണ്. ദുർമാർഗിയായി ജീവിച്ചാണോ പെണ്ണോ ആണെങ്കിൽ, അല്ലാത്തവർക്ക് വേദനയില്ല. അദ്ദിമൂനി, എന്നെ വേഗമൊന്ന് കൊണ്ടുപോകാൻ അവർ വിളിച്ചു പറയും. അങ്ങനെയുള്ളവരിൽ അള്ളാഹു ഈ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സമയക്കുറവാണ്, ആരാധനകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്ത ആരാധന അള്ളാഹുവിന്റെ മുമ്പിൽ എത്താൻ പറ്റുന്ന പവർ നമ്മുടെ സംസാരത്തിനില്ല. അതുകൊണ്ട് ഈബത്തും ഫസാദും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിനെ മോശമായിട്ട് നാം ചെയ്ത ഹജ്ജും നാം റമളാൻ കഴിഞ്ഞുപോയ റമളാനും നമ്മുടെ സുറക്കയും നമ്മുടെ സുജൂദുമെല്ലാം വളിരിബൂ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹാ, ആ അമലിന് അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന ഒരു ഗതികേട് നമുക്കുണ്ടാവല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, മറ്റുള്ളവരുടെ ന്യൂനതകളും അപാകതകളും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുമാത്രം പ്രശ്നങ്ങളും എന്തുമാത്രം പരിഹാസ്യങ്ങളും എന്തുമാത്രം ന്യൂനതകളും അപാകതകളും ചുമന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവർഗം ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ നോക്കി ആണാകട്ടെ പെണ്ണാകട്ടെ അവരെയൊക്കെ നോക്കി ഈവത്തിന്റെ കൊടുമ്പിരികൾ പറഞ്ഞു വിടുമ്പോ എന്റെയും നിങ്ങളുടെയും മോശത്തരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണം ചരിത്ര പ്രസിദ്ധമാണ്. അല്ലാത്ത പ്രഭാഷണമാണ്. നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാരെ കണക്ക് വിക്കിയല്ല പ്രസംഗിച്ചത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ സാഹിത്യ സാമ്രാട്ടിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പാവപ്പെട്ട വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങളെ പറ്റിക്കാനും അവരെ കയ്യടി വാങ്ങാനും അവരെ ഇൻകിലാബ് വിളി കിട്ടാനും അവരുടെ ഫ്ലെക്സ് ബോർഡ് അടിക്കാനും അവരുടെ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രക്ഷപ്പെടാനും കൊതിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ ആഭാസ ഭാഷണമായിരുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത് എന്തെന്നറിയോ? ആയിരക്കണക്കാരെ മുമ്പിൽ വന്നിരിക്കുന്ന സഹാബത്തിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരെന്ന് നിങ്ങൾക്കറിയും? നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരെന്ന് നിങ്ങൾക്കറിയും? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. എല്ലാവരും മൗനം ദീക്ഷിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഭരണാധികാരിയാര, നിങ്ങളുടെ ഖലീഫരാര, എന്റെ അപാകതകളെ ന്യൂനതകളെ നിങ്ങളിൽ ആരാണ് ചൂണ്ടിത്തരുന്നത്? അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്റെ അപാകത ചൂണ്ടിക്കാണിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമം. നമ്മൾ ഏതെങ്കിലും ഒരു തക്കാവിലെ സെക്രട്ടറി നോക്കിയിട്ട് ഇങ്ങനെയൊന്നും പള്ളി കൊണ്ടുപോയാൽ പോരെന്ന് പറഞ്ഞാൽ നോക്കിക്കോടാ, ഞാൻ പൊതുയോഗം വിളിച്ച അല്ലാഹ് നിന്നെ ഞാൻ അഴിയണ്ണിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റി എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. എന്ത് ചെയ്താലും വാലാട്ടി നിന്നുകൊണ്ട് സമ്മതിക്കാൻ മാത്രം കോടിപതികളുടെ മുമ്പിൽ തകർത്തടിഞ്ഞു പോരെ ഈ പാവപ്പെട്ട സമുദായത്തിന് വിധി വന്നു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മറ്റുള്ളവരുടെ ന്യൂനതകളെ കുറിച്ച് അപാകതകളെ കുറിച്ച് പരിഹാസത്തിന്റെ വാക്കുകൾ മാറി കടന്നു പോകുമ്പോ നിന്റെ ന്യൂനത നീ മറക്കല്ലേ, നിന്റെ അപാകത മറക്കല്ലേ. നിന്റെ ജീവിതത്തിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞു കിടക്കുന്ന കോമാളിത്തരങ്ങളെ മറന്നുപോവല്ലേ മുസ്ലിമേ. അതുമാത്രമല്ല, ഈവത്ത് പറഞ്ഞാൽ പറ്റുന്ന മറ്റൊരു പ്രശ്നം എന്തെന്ന്, അയാൾ എടുത്തു പോയി പൊരുത്തം ചോദിക്കാതെ അല്ല പിന്നെ നമ്മുടെ ഒരു ഇബാദത്തും അല്ല സ്വീകരിക്കും. ചിലരൊക്കെ ഹജ്ജിന് പോകാറുണ്ട്. വീടിന്റെ പരിസരത്തുള്ള 3-4 പേരെ വിളിച്ച് മട്ടൻ ബിരിയാണിയും വെച്ചു കൊടുത്ത് പത്രത്തിലും പരസ്യം കൊടുത്ത് ഞാനിപ്പോ 4-മത്തനാണ് പോണത്, ഇപ്പൊ 4-മത്തത്. കഴിഞ്ഞ വർഷം മെമ്പർ നോക്കിയാൽ കൊണ്ടുപോയി, ഇനി അടുത്തതിന് ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ടുപോയി. എവിടെന്നെങ്കിലും കുറെ കാശും പറ്റിച്ചുകൊണ്ട് വന്ന് 100ഉം 15ഉം 150ഉം ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും വിളിക്കും ഹജാരേ 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 എന്ന് ബേക്കറിയിൽ നിന്ന് നടക്കും. പക്ഷേ അള്ളാഹു അങ്ങനെ വിളിച്ചാൽ നീ ഭാഗ്യവാനായി. അള്ളാഹു അങ്ങനെ വിളിക്കണമെങ്കിൽ നിന്റെ വീടിന്റെ അയൽവാസികൾ നിന്നെ കുറിച്ച് മോശത്തരം പറയാൻ പാടില്ല. നിന്റെ നാട്ടുകാർ നീ വൃത്തികെട്ടവരാണെന്ന് പറയാൻ പാടില്ല. നിന്റെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് പൊരുത്തം ചോദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടാമെന്ന് മോഹിച്ചു പോരാൻ എന്റെ പ്രിയമുള്ളവരെ ചൂട്ടേ പള്ളിയുടെ മുറ്റത്ത് പോലും പൊരുത്തം കിട്ടൂല. പിന്നെ അല്ലേ കഅബാലയത്തിന് കിട്ടുന്നത്? ഇവിടെ കിട്ടൂല, പിന്നാണ് അവിടെ കിട്ടുക. 2 രൂപ മുടക്കി ബസ്സിലൊന്ന് ഇറങ്ങി ജുമാ നിസ്കരിച്ചിട്ട് പോകുമ്പോൾ ഇവിടെ കിട്ടൂല, പിന്നാണ് കഅബാലയത്തിന് കിട്ടാൻ. ഇത് ഞാൻ പറയുന്നത് ഹജ്ജിന് പോണവരെ കുറ്റം പറഞ്ഞതല്ല. മറ്റുള്ള പാവപ്പെട്ടവരോട് നമ്മൾ പൊരുത്തം ചോദിക്കാറില്ല. കാശുകാരോടൊക്കെ പൊരുത്തം ചോദിക്കും. സാറേ ഞാൻ പോവാൻ എല്ലാം പൊരുത്തപ്പെട്ട് തരണം. കുടുംബത്തിൽ നല്ല വെയിറ്റും ഹൈറ്റും ഉള്ളവരോട്, കാശുള്ളവരോട്, ഗവൺമെന്റ് ഉദ്യോഗമുള്ളവരോട്, വിലയും നിലയുമുള്ളവരോട് പൊരുത്തം ചോദിക്കും. കൂടപ്പുറപ്പാറ പട്ടിണി പാവങ്ങള് വെള്ളം കുടിക്കാറില്ലാതെ റോഡിന്റെ ഓരത്ത് കഴിഞ്ഞാലൊന്ന് യാത്ര ചോദിക്കാൻ അവന് കയറി ചെല്ലാൻ കുറച്ചിലാണ്. അവന്റെ ഹജ്ജ് അല്ലാഹു വേണ്ട. നാവ് പ്രശ്നമാണ് സഹോദരങ്ങളെ, സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ചെയ്യും. ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ഏത് സംഘടനയിലോ പ്രവർത്തിച്ചു, പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി മര്യാദ വേണം. എന്തിന് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴെന്തിന് മര്യാദ? ലോകത്തിന്റെ നാരകനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോഴെങ്കിലും ഒരാദരവ്, ഒരു മര്യാദ എന്റെ പ്രിയമുള്ളവരെ ഈ സമുദായത്തിന് കൊടുത്തോടെ. അത്രത്തോളം വിവരം കൂടിയവരായി നമ്മൾ മാറിയോ? 2 ഇംഗ്ലീഷ് പറഞ്ഞപ്പോ നമ്മൾ അത്രത്തോളം വലിയ മിടുക്കന്മാരായി മാറിയോ? നമുക്ക് കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ നമ്മൾ വിരലൊന്ന് ഞെടിച്ചോ നമ്മുടെ കൂടെ നിൽക്കാൻ ആയിരക്കണക്കാർ ഗുണ്ടാ തലവന്മാരെ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ചെറുതായി പോയോ? അതുകൊണ്ട് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ നൊമ്പരപ്പെടുത്തല്ലേ. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു മുആദ്. അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചുകൊണ്ട് പറയുന്നു മുആദ്, രണ്ടാമത്തെ കവാടത്തിൽ നിന്ന് അല്ലാഹു ഒരു ദിവസത്തെ ആരാധന വലിച്ചെറിയുന്നത് എന്തിനെന്നറിയോ? യറദ്ദുൽ അമലു ബി അറളി ദുനിയാ. ദുനിയാവിന്റെ മോഹത്തിനു വേണ്ടി ഇബാദത്ത് ചെയ്താൽ, ദുനിയാവ് കിട്ടണം എന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്താൽ, ദുനിയാവ് വേണം എന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്താൽ, ചിലരെങ്ങനെയാണല്ലോ നാട്ടിൽ സുഖിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കും. മച്ചായ അവിടെ പോലീസ് പിടിക്കാൻ പോണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു പറയുമ്പോ യാ റബ്ബേ ചാടി അങ്ങോട്ട് വീടാണ്. ഉടനെ മൗലിക് കിതാബ് എടുക്കണ്, ഖുർആൻ എടുക്കണ്, മുസല്ല ചിതലെടുത്തത് കൊടയണ്, ആകെ ബഹളമാണ്. ആ സമയത്ത് മാത്രമല്ല പടച്ചോൻ, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അറിയാൻ നിന്റെ കണ്ണിലെന്ന് തിമിരമായിരുന്നു, നിന്റെ കണ്ണിലെന്ന് തിമിരമായിരുന്നു. അപകടം വരുമ്പോ മാത്രം ഒരു പടച്ചോനെ വിളിച്ചത് കൊണ്ട് അള്ളാഹു നമുക്ക് വേണ്ടി റഹ്മത്തിന്റെ നോട്ടം നോക്കണമെന്നില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ദുന്യവിയാര മോഹത്തിന് വേണ്ടി ആരാധനകളെ മാറ്റിവെച്ചാൽ, അങ്ങനെയുള്ളവര് ഈബത്ത് പറയാതെ ഒന്നാമത്തെ കവാടത്തിൽ രക്ഷപ്പെട്ട് രണ്ടാമത്തെ കവാടത്തിലെത്തിയാൽ അവിടെ അല്ലാഹു വലിച്ചെറിയുകയാണ്. ഒന്നിന് ജയിച്ചു ഈബത്ത് പറയാത്തത്. രണ്ടാമത്തതിലെത്തുമ്പോഴോ ദുനിയാ, ഭൗതികമായ മോഹങ്ങൾക്ക് വേണ്ടിയാണ്, ഭൗതികമായ മോഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിച്ചത്, നോമ്പ് പിടിച്ചത്, ആരാധന അർപ്പിച്ചത്, സ്വരക്ക ചെയ്തത് എങ്കിൽ അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാ റഹ്മാനാന പടച്ചതമ്പുരാൻ പറയുന്നതാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ കവാടത്തിൽ പരിശോധിക്കുന്നത് ദുന്യവിയായ മോഹമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇച്ചിരി ദുന്യാവിന്റെ മോഹത്തിന് വേണ്ടി ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് പറയാൻ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടെ തഖ്വയോടെ അല്ലാഹുവിനെ വണങ്ങിയിട്ട് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ നിങ്ങളോടൊരാളോട് പോലും ഞാൻ കൽപ്പിച്ചിട്ടില്ല. ദുനിയാവിന്റെ മോഹത്തിന് വേണ്ടിയാവരുത്. നീ ഒരു വിവാഹം കഴിച്ചു, സ്ത്രീധനം വാങ്ങാറെയാണ് കഴിച്ചത്. പക്ഷേ ആ സ്ത്രീധനം വാങ്ങിയില്ല എന്നത് നാട്ടിലുള്ള എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാകരുത്, സംഘടനയുടെ നേതാവ് അറിയാൻ വേണ്ടിയാകരുത്. അപകടമാണ്. സഹോദരങ്ങളെ, എന്ത് ചെയ്താലും ഇഖ്ലാസ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തണമെന്നുള്ള നിശ്ചയമായ ചിന്തയോടെ ചെയ്യണം. ദുന്യവിയാര ഒരു മോഹവും നിനക്ക് വേണ്ട, ദുന്യവിയാര ഒരു ആഡംബരവും നീ കൊതിക്കണ്ട. ഇന്ന ദുനിയാ ബഹറുൻ നമീഖ് തകുൻ സഫീനതുക ഫീഹാ തഖ്വല്ലാഹ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തതാ. ഇന്ന ദുനിയാ ബഹറുൻ നമീഖ്, ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണ്. തക്കുൻ സഫീനത്തുക ഫീഹാ തഖ്വല്ലാഹ്, ആ കടലിൽ തഖ്വ എന്ന് പറയുന്ന ഒരു കപ്പൽ ഉണ്ടാക്കിയിട്ട് മോനെ നീ രക്ഷപ്പെട്ടു. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതാ പൊന്നുമോനു. ദുനിയാവ് വല്ലാത്ത ഒരു കടലാണ്. ഒരുപാട് പേരെ മോഹിപ്പിക്കും, ഒരുപാട് പേരെ നശിപ്പിക്കും. എല്ലാം മോഹിച്ച് ദുനിയാവിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഒരു രൂപയുടെ സുഖം പോലും ലഭിക്കാതെ പച്ച മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോ കഫം പുടവ പോലും ബാക്കിയുള്ള മക്കൾ എവിടെയെങ്കിലും പോയി ഇരന്നു കൊണ്ടുവന്ന് പൊതിഞ്ഞടക്കേണ്ടുന്ന ഗതികേട് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവ് നമ്മെ ചതിക്കരുത്, അള്ളാഹു കാത്തിരക്ഷിക്കരുത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാളിലെ ഏറ്റവും മോശമായ മനുഷ്യനാരെന്നറിയുമോ? ഖിയാമത്ത് നാളിലെ ഏറ്റവും വൃത്തികെട്ടവൻ ആരെന്ന് നിങ്ങൾക്കറിയും?
അള്ളാന്റെ ഹബീബ് ചോദിക്കാം. വറജുലുൻ അദ്ഹബ ആഖിറതഹു ബിദുനിയാ ഗൈരിഹി, മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറം കളഞ്ഞവനാണ്. പണം കൂടുമ്പോ പവർ കൂടുമ്പോ അള്ളാഹുവെ വെല്ലുവിളിക്കാൻ മനസ്സുള്ളവരായി മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ തവാല റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വലഅഹുല്ലാഹ്. ആര് വിനയമുള്ളവരാണോ, ആര് കരുണയുള്ളവരാണോ അവരെ അല്ലാഹു വളർത്തുന്നതാണ്. അവരല്ലാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും പടിപടിയായി. അഹങ്കാരികളാണെങ്കിലോ അല്ലാഹു അവരെ താഴ്ത്തിക്കളയുന്നതാണ്, അവര് നശിക്കുന്നത് കാണാ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അന റബ്ബുക്കുമുൽ അലാ, ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായി അന റബ്ബുക്കുമുൽ അലാ എന്ന് പ്രഖ്യാപനം നടത്തിയ ഫിർഔൻ എവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ? ഹാമാൻ എവിടെയാണ് സുഹൃത്തുക്കളെ? നമ്രൂദ് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? നിരത്ത് നിർത്തിയിട്ട് 500 പേരെ നിരത്ത് നിർത്തിയിട്ട് വെടിയുണ്ട നെറ്റിത്തടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് രക്തം കണ്ടുകൊണ്ട് നാരായണത്തെ ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ എവിടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് നെറ്റിയിലേക്ക് വെടിയുണ്ട പറഞ്ഞു വിട്ടുകൊണ്ട് ലോകത്തിരുന്ന് മരണപ്പെട്ടു പോരാ. ഏറ്റവും വലിയ തന്റേടിയെന്ന് ലോകം പറഞ്ഞ ഹിറ്റ്ലറുടെ ഗതികേട് അവസാനം എന്തായി? അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും വലിയ അഹങ്കാരിയെ സംബന്ധിച്ച് സൂറത്തുൽ ഖസസിലൂടെ പറയുന്നുണ്ട്. ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവ്വാ. ഹാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ല കൊടുത്ത സമ്പാദ്യം, ചൂട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള കോടിപതി 100 കൊല്ലം സമ്പാദിച്ചാലും ആ കാറൂന്റെ വീട്ടിലെ പട്ടിയെ കെട്ടണ ചങ്ങലയുടെ പൈസ പോലും ആവൂല. അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു കാറൂൻ, അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു കാറൂൻ. ആ കാറൂൻ അവസാനം ഏത് നിലക്കാണ് ലോകത്ത് നിന്ന് പോയത്? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാഹ്. ഭൂമിയുടെ ഒരു ഭാഗം അല്ല ഇങ്ങനെ കീറിയിട്ട് അതിനകത്തെടുത്തിട്ടു ഖാറൂനിന്റെയും ഖാറൂനിന്റെ കൊട്ടാരത്തെയും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് അഹങ്കാരികളുടെ പതനത്തെ കുറിച്ച്. വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാഹ്. ഖാറൂൻ ഉണ്ടാക്കിയ കൊട്ടാരമില്ലേ, 100 കോടി രൂപ മുടക്കിയിട്ട് എന്റെ പ്രിയമുള്ളവര് ചൂട്ടയിൽ ഒരു മുസ്ലിം കൊട്ടാരം കെട്ടിയാലും ഖാറൂനിന്റെ കോടികളുടെ 100ൽ ഒരു അംശത്ത് പോലും എത്താൻ കഴിയൂല. അവൻ അഹങ്കരിച്ചപ്പോ വിശ്വാസികൾ പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. ഖാറൂനെ, നീ ഒരുപാട് കടന്ന് നിഗളിക്കണ്ട. ഇങ്ങനെ ഒരുപാട് അറമാദിക്കുന്നവരെ പടച്ചവന് ഇഷ്ടമല്ല. അവൻ അവരെയൊക്കെ തോൽപ്പിച്ചു, അവരുടെ വാക്ക് സത്യമാക്കി കൊടുത്തുകൊണ്ട് അല്ലാഹു ഖാറൂനെ അധപതനത്തിന്റെ പടുങ്കുഴിയിലേക്ക് തള്ളിവിട്ടു പോരിയെങ്കിൽ അഹങ്കാരം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വരാൻ പാടില്ല. ഇന്ന് ഏറ്റവും അധികം അഹങ്കരിക്കുന്നത് ആരാന്നറിയോ? പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പണക്കാരായ ഭർത്താക്കന്മാര് കെട്ടിക്കൊണ്ടുപോയ ഭാര്യമാരാണ്. ഉസ്താദൊക്കെ എനിക്കിന്ന് പാവപ്പെട്ടവരെ കെട്ടാൻ പറയാൻ പേടിയാണ്. ഉറപ്പ് ഞാൻ പറയാം, വേറൊന്നും കൊണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ പാവപ്പെട്ട ചുറ്റക്കൂരയുള്ള പെണ്ണിനെ ഞാൻ പോയി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അവക്ക് മൊബൈലൊക്കെ കൊടുത്ത് AC റൂമിലൊക്കെ കിടത്തിയപ്പോൾ അവളെ കുളിമുറിയിൽ ചവറും എൻ്റെ കുളിമുറിയിൽ ചവറും ഇതൊക്കെ കിട്ടി വലിയ സൗകര്യവും സെറ്റപ്പും ഒക്കെ ആയപ്പോൾ ഇപ്പൊ അവക്ക് ഉമ്മായ വേണ്ട, വാപ്പായ വേണ്ട, എന്നെ വേണ്ട, ആരെയും വേണ്ട. 4 മൊബൈലും 10 മെമ്മറി കാർഡും 24 സിമ്മുമായിട്ട് കിളിമാനൂർ ജംഗ്ഷനിൽ ഉസ്താദെ ഞാൻ എന്ത് ചെയ്യും? എനിക്കിന്ന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. സഹോദരിമാരെ, ഭർത്താവിന് കാശുണ്ടാകുമ്പോ പെണ്ണേറി അഹങ്കരിക്കണ്ട. നിന്റെ ഭർത്താവ് നല്ല പിടിപാടുള്ള ആളാന്ന് വെച്ചിട്ട് നീ അഹങ്കരിക്കണ്ട. മന്ദകബ്ബറ വലാഹുല്ലാഹ്. ആരഹങ്കരിച്ചാലും അല്ലാഹു അവരെ അധപ്പതിപ്പിക്കുന്നതാണ്, അവരെ താഴ്ത്തിക്കളയും പടച്ചതമ്പുരാൻ. ഉന്നാര നബി തങ്ങളുടെ വാക്കാണ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. പാവപ്പെട്ടവരാകട്ടെ പണക്കാരാകട്ടെ,
സൗന്ദര്യമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, അള്ളാഹു അധികാരം തന്നവരാകട്ടെ തരാത്തവരാകട്ടെ, അഹങ്കാരം വേണ്ട. അഹങ്കാരത്തിന്റെ കണ്ണുകളെങ്കിലും ഹൃദയാന്തരത്തിലുള്ളവർ ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണു അളവ് ഹൃദയത്തിലുള്ളവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഇബാദത്ത് സ്വീകരിച്ചില്ലെങ്കിലേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല, മൂന്നാം ആകാശത്ത് വെച്ച് പടച്ചതമ്പുരാൻ വലിച്ചെറിയപ്പെടുമെന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ കവാടത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നാലാമത്തെ കവാടത്തിൽ മുആദേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്ത് പരിശോധിക്കുന്നത് ഒറ്റ ദിവസത്തെ പരിശോധനയായി പറയുന്നത് ഒരു ദിവസത്തിന്റെ സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തുള്ള പരിശോധനയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിക്റ്, എത്ര ഇബാദത്ത്, എത്ര ആരാധന, എത്ര ഖുർആൻ അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് മുസ്ലിമേ. റമളാനാണ് വരുന്നത്, ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിലില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സടകുടൻ എഴുന്നേറ്റുകൊണ്ട് തീരുമാനമെടുത്തോ, പൊട്ടിക്കരല്ലോ, ഈ പറയുന്ന പാതകങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ഇബാദത്തും സ്വീകരിക്കൂല. നാലാമത്തെ ആകാശത്തിൽ അസൂയയുടെ പേരിൽ നിന്റെ ആരാധനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയപ്പെടുമെന്ന്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയം നമുക്കറിയുമല്ലോ, ഒന്നാം സുനാമി. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശിയ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളം നടുങ്ങി വിറച്ചു പോയ സുനാമിയുടെ അത്ഭുതം കണ്ട് ഞെട്ടിപ്പരിച്ചു പോയവരാണ് നമ്മൾ. അള്ളാഹു അങ്ങനെ ഒരുപാട് ദുരന്തം ഇപ്പൊ തന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടത്തുമലയിൽ റോഡിന്റെ ഒരു സൈഡിലേക്ക് മതിലിടിഞ്ഞു വീണു. MC റോഡിന്റെ പകുതിയോളം മറഞ്ഞുപോയി, കാണാനില്ലാതെ. സ്കൂൾ വിട്ട സമയമായിരുന്നെങ്കിലും ആ സൈഡ് ചേർന്നുകൊണ്ട് എത്ര മക്കളാണ് നടന്നു പോകുന്നതെന്നറിയൂ. സുബ്ഹാനല്ലാഹ്, നിലവിളിക്കാൻ വരെ നേരമുണ്ടാകില്ല. വീടിന്റെ പുറകിൽ ഒരു സഹോദരി മീനറുത്തുകൊണ്ടിരിക്കുകയാണ്. പുറകിലെ മതിലിടിഞ്ഞു വീണ് നിലവിളിക്കാൻ പോലും അറിയാതെ കഴിയാതെ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞു. ഉമ്മയെ കാണാനില്ലാതെ മക്കൾ തിരക്കുന്നു. ഭാര്യന്റെ ദുരിതങ്ങൾ ഈ പ്രപഞ്ചത്തിന് അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജലപ്രളയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്തിരുന്ന് മനോഹരമായ ഒരു ചരിത്രം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അല്ലാഹു നിർമ്മിക്കാൻ പറഞ്ഞ കപ്പലിന്റെ അകത്ത് കയറി രക്ഷപ്പെടുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എല്ലാ വിശ്വാസികളും കപ്പലിനകത്തുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ആ കപ്പലിനകത്ത് തലയിലെല്ലാം മുണ്ടിട്ട് മൂടിയിട്ട് ആരും അറിയാതെ ആരും കാണാതെ ഒരാൾ ഒളിച്ചിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് തട്ടി നോക്കി, ആരാണ് പരിചയമില്ലല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാരെന്നറിയോ? ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസുൽ ലഈൻ, ആട്ടിയോടിക്കപ്പെട്ടവനാണ്, പിശാചാണ്. ലഅനത്തുല്ലാഹി അലൈഹി. നൂഹ് നബിയെ ഞാനും കൂടെ വരും, ഞാനും കൂടി വന്നെങ്കിലല്ലേ ഈ കപ്പലിൽ കൊണ്ടുപോകുന്നവരെ എനിക്കിനി നശിപ്പിക്കാൻ പറ്റൂ. പിശാചുണ്ടെങ്കിലല്ലേ നമുക്ക് അടികൂടാൻ പറ്റുള്ളൂ, കൂടപ്പുറപ്പിന്റെ കഴുത്തെടുക്കാൻ പറ്റുള്ളൂ, പള്ളിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിശാചുണ്ടെങ്കിലല്ലേ മാതാവിന്റെ കഴുത്തറിയാൻ മക്കൾക്ക് മനസ്സ് വരുള്ളൂ. പിശാചുണ്ടെങ്കിലല്ലേ പനവൂര് ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, കാമുകന്റെ രഹസ്യ വിവരം പ്രിയപ്പെട്ട മകള് പറഞ്ഞു കൊടുക്കുമെന്നറിഞ്ഞപ്പോ ചുരിദാറിന്റെ സാറുകൊണ്ട് 14 വയസ്സുകാരിയാണ് ജസിര എന്ന പെണ്ണുപോലെ കൊന്നുകളയ ഒരു മാതാവ് നൊന്തു പ്രസവിച്ചു എന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മ, നിങ്ങളിൽ ഒരു ഉമ്മാക്കും മനസ്സ് വരണമെങ്കിൽ പിശാച് ലോകത്ത് വേണ്ടേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ കൂടെ നൂഹ് നബി പറഞ്ഞു, ശൈത്താനെ ഇറങ്ങടാ, വെള്ളത്തിലേക്ക് എടുത്തിട്ടാ നിന്നെ ബാക്കി ഉണ്ടാവില്ല. ആ സമയത്ത് അട്ടഹസിച്ചുകൊണ്ട് പിശാച് പറഞ്ഞതാ, ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. നൂഹ് നബിയെ നിങ്ങൾ മറന്നുപോയോ? അല്ലാഹ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീ
പിശാചേ, ലോകാവസാനം വരെ ജീവിച്ചിരിക്കാൻ ഞാൻ എനിക്ക് ആയുസ് തരിക എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലിട്ടാൽ ഞാൻ തരൂല. അതുകൊണ്ട് എന്നെ അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്തില്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിന്ന് എനിക്കൊരു അകൽച്ചയുണ്ടായി. അതുകൊണ്ട് എന്നെ വെള്ളത്തിലെറിയും. നൂഹ് നബി പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. ഇബ്ലീസ് പറഞ്ഞു, നൂഹ് നബിയെ, നിങ്ങളല്ല ഒരു പ്രവാചകൻ വിചാരിച്ചാലും എന്നെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എന്നെ വെള്ളത്തിലെറിയാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഇൽമു പഠിപ്പിച്ചു തരാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ശരി എന്നാ ആയിക്കോട്ടെ. ഇത്രയും വലിയ അറിവുള്ള പ്രവാചകനായ നൂഹ് നബി പോലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടി എന്നാ പറഞ്ഞാട്ടെ, ഇൽമാണെങ്കിൽ കേട്ടോളാം. ആ സമയത്ത് പിശാച് പറഞ്ഞു, മനുഷ്യരേതൊക്കെ തരത്തിൽ എന്നെ ആട്ടിയോടിച്ചാലും, ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ എന്നിൽ നിന്ന് രക്ഷ നേടിയാലും, എല്ലാ ദുസ്വഭാവങ്ങളും അവര് മറന്നുപോയാലും, എല്ലാ നിലക്കും മനുഷ്യകുലം വളർന്നുകൊണ്ടിരുന്നാലും, നൂഹ് നബിയേ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ദുസ്വഭാവമുണ്ട് നൂഹ് നബിയേ. അത് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും കൊടുത്തുകൊണ്ട് അവരെ നരകത്തിൽ ഞാൻ കൊണ്ടുപോകും നബിയേ. നൂഹ് നബി അത്ഭുതപ്പെട്ടു പോയി. നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ആ സ്വഭാവം എന്താ? ആ സമയത്ത് പിശാച് പറയുന്നു, നൂഹ് നബിയേ, ആ സ്വഭാവം എന്തെന്നറിയോ? അൽ ഹസദു, അസൂയയാണ്. അസൂയ, ആ സ്വഭാവം അസൂയ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലില്ലേ അസൂയ? ഉള്ളിലില്ലേ അസൂയ? നമ്മളെക്കാൾ നമ്മൾ താഴ്ന്നു ജീവിച്ചവൻ നമ്മളെക്കാൾ വളർന്നു, മനസ്സിന്റെ കത്ത് അസൂയ നൊരഞ്ഞു പൊന്തുകയാണ്. ഓ, എന്റെ കൂടെ പഠിച്ചവൻ, എന്റെ കൂടെ വളർന്നവൻ. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാണ്, ചെറിയങ്കീഴിലുള്ള ഒരു സഹോദരൻ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. എന്നോട് പറയാണ്, എടാ, ഞാൻ സ്കൂളിൽ നീയൊക്കെ പുറകിൽ പോയിരുന്ന് ബഹളം വെക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഞാൻ അങ്ങനെ ആയിരുന്നു. ബഹളം വെക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും നമ്മളൊക്കെ ക്ലാസിന്റെ ഒന്നാമത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ടീച്ചർ പറയുന്ന നോട്ട്സുകൾ തയ്യാറാക്കി നല്ലതുപോലെ പഠിച്ചവരാണ്. നമ്മളൊക്കെ ഇന്ന് നിത്യവൃത്തിക്ക് വകയില്ലാതെ ഓടുന്നത്. നീ പാളയം പള്ളിയിലെ കത്തീവ് അല്ല, നീ രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് തറ പറ്റിപ്പോയി. മനസ്സിന്റെ അകത്ത് നമുക്ക് പരസ്പരം തോന്നാറുണ്ടല്ലോ, പരസ്പരം തോന്നുമല്ലോ. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അസൂയ. ചിലപ്പോ പറയൂലേ, സഹോദരിമാര് പറയും, മനുഷ്യ, അപ്പുറത്ത് സൈനമാടെ മണക്ക് വന്ന ആലോചന കണ്ടു. അല്ലാ, ചെറുക്കൻ ഇന്നോവയെ നമുക്ക് ഇറങ്ങിപ്പോണ്ടല്ലോ, ബനിയനിട്ട് ആപ്പിള് കണക്കിരിക്കും. എന്താ ഒരു തുടുതുടുപ്പ്, എന്തോ ഒരു ഗ്ലാമർ എന്നറിയോ. സുരേഷ് ഗോപി വന്ന മാതിരിയാണ് മച്ചാ. നമ്മളെ മോളെ കാണാൻ നിങ്ങൾ എവിടെ നിന്നാ ഒന്നിനെ കൊണ്ടുവന്ന് കാറ്റടിക്കാൻ അവിടെ കിടക്കാം, ഇങ്ങോട്ടെടുത്തിട്ട് അവിടെ കിടക്കും. ഇത് എവിടെ നിന്ന് കിട്ടി മനുഷ്യ? മനസ്സിന്റെ അകത്തൊരു അസൂയ വരും, മനസ്സിന്റെ അകത്തൊരു വെറുപ്പ് നുരഞ്ഞു പൊന്തും. മറ്റുള്ളവര് വളരുമ്പോൾ, മറ്റുള്ളവര് രക്ഷപ്പെടുമ്പോൾ, മറ്റുള്ളവര് കരകയറുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അകത്തത് വരാൻ പാടില്ല. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ. അസൂയ എന്ന് പറയുന്ന രോഗം മനുഷ്യന്റെ എല്ലാ അമലുകളെയും നശിപ്പിച്ച് എല്ലാ അമലും. ഇന്ന് ഈ സമുദായം തമ്മിലടിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ പറയും, എന്താണ് കാരണം? അസൂയയല്ലേ? അസൂയയല്ലേ? ഈ സമുദായം ഛന്ന ഭിന്നമായി വിവിധ സംഘടനകളായി പ്രസ്ഥാനങ്ങളായി കഴിയുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിലുള്ള അസൂയയല്ലേ? സ്കൂൾ തുറക്കുന്ന സമയം ഒരു സംഘടന 100 കുട്ടികൾക്ക് യൂണിഫോം വിതരണം, പഠനോപകരണം വിതരണം. അപ്പൊ മറ്റേ സംഘടന പറയും, നമുക്കത് പോരാളിയാ, സെറ്റപ്പ് ആക്കണം, എവിടെയെങ്കിലും പോയി എവിടെന്നെങ്കിലും മാറി വരച്ചോണ്ട് പോവാ. അങ്ങനെ അവർ 500 കുട്ടികൾക്ക് യൂണിഫോം വിതരണം. അപ്പൊ പ്രസിഡന്റ് നമ്മൾ സെറ്റപ്പായി. അടുത്ത സംഘടന സ്കൂൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അടുത്ത സംഘടന നിങ്ങൾ കൊടുത്ത യൂണിഫോം കൊണ്ടുവന്നിരുന്ന് പഠിക്കുന്നത് നമ്മളെ കോഴിലെ. അടുത്ത സംഘടന. ഇതൊക്കെ പടച്ചോന് വേണ്ടി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പോയില്ലേ? ഇന്ന് പരസ്പരം മത്സരത്തിന് വേണ്ടിയല്ലേ? നബിദിനം ആഘോഷിക്കുന്നത് മത്സരമായല്ലോ, നബിദിന സമ്മേളനങ്ങൾ മത്സരമായല്ലോ, ഉദ്ഹിയാറുക്കുന്നത് മത്സരമായല്ലോ, തറാവീഹ് പോലും മത്സരമായല്ലോ. ഒരു വിഭാഗം 20 റക്അത്ത്, അടുത്ത സംഘടന നമ്മൾ 8 ആണ്. നിങ്ങൾ 8 ആണെങ്കിൽ അടുത്തതിന് നമ്മൾ 4 ആക്കോടാ. അങ്ങനെ 4 ആവുകയാണ്. ഇനിയിപ്പോ 2 ആവും. റമദാനിൽ 2 വർഷത്തിൽ ഒരിക്കൽ മാത്രം റമദാൻ വരാൻ പോകണം. താത്തവർക്ക് സന്തോഷമായി, ഓ സമാധാനമായി ഉസ്താദ്, അള്ളാഹുവിന്റെ കാലൊക്കെ നീര് വന്നിരിക്കും, പുണ്യം കിട്ടും. ആ സംഘടനയിലും ആളുണ്ടാവും.
തറാവീഹ് ഇല്ല എന്ന് പറയുന്ന സംഘടനയിലും ആളുണ്ടാകും ഈ സമുദായത്തിൽ. മനുഷ്യൻ ജോലി ചെയ്യാൻ ശ്രമിക്കാത്തവനാണ് മനുഷ്യൻ. ഇന്ന് ആരാണ്, ഏതു ഭാര്യയാണ് മച്ചാച്ചിച്ചിരി കഷ്ടപ്പെട്ട് ചക്കയെ ഉണ്ടാക്കി കൊടുത്ത് കിഴങ്ങ് കവിച്ചു കൊടുക്കുന്നത്? ഇന്ന് വൈകുന്നേരം പശുവിന് പുണ്ണാക്ക് കലക്കണ കാരി ഓൾസ് കലക്കി വെച്ചിട്ട് ചാപ്പാട് റെഡി, മച്ച വന്ന് മുക്കിലിട്ട് കുടിക്കുക, ആമ്പൊക്കെ വിട്ട് പോയി കിടന്ന് ഉറങ്ങും. രാവിലെ ഒരു ബ്രെഡ് ഇച്ചിരി ജാമും, പണ്ട് വെറ്റയിൽ ഇങ്ങനെ ചുണ്ണാമ്പെടുത്ത് വെക്കണ മാതിരി തേച്ചുകൊണ്ട് പോകും. ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം പുണ്ണാക്ക് കലക്കിയും കൊടുക്കും, കുടിച്ചോടി. ആർക്കും കഷ്ടപ്പെടാൻ വയ്യ. ഉസ്താദിന്റെ ചെലവിന്റെ കാര്യം പറഞ്ഞാൽ ചൂട്ടെ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്ക് ചോറ് കൊടുക്കുന്നത് മുതലിയാക്കന്മാരെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് കളിയാക്കി പരിഗണിച്ചുകൊണ്ട് മാറ്റിവെച്ചാൽ ഈ സമുദായത്തിൽ എന്ത് പറ്റിപ്പോയി ആലോചിക്ക്. നിങ്ങൾ ആരും ഇവിടെ ചോറൊന്നും കൊടുക്കണ്ട. ചോറ് എടുത്തോണ്ട് നിന്നോര് എന്നെ ഇന്ന് പേനിട്ട് കുത്തു പോതിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് വറക്കത്താ ചോറെടുത്തവർക്ക് അല്ല കൊടുത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളെ പടച്ചതമ്പുരാന്റെ പള്ളിയിൽ ഉസ്താദ് മുഖ്ലിസാന്ന് പറയണില്ല, പണ്ഡിതനാന്ന് പറയണില്ല. ഇരിക്കുന്ന ഉസ്താദുമാരെയും ഞാൻ അങ്ങനെ പുകഴ്ത്തുന്നില്ല. എത്രയോ പള്ളികളില് തിരുവനന്തപുരത്ത് ഒരു തുണിക്കടയിലേക്ക് ബാക്കവി തുണി വാങ്ങാൻ ചെന്നപ്പോ ബില്ല് വാങ്ങി എഴുതി തന്ന് പൈസ വാങ്ങിയിട്ടത് കേരളത്തിന് 500 പണ്ഡിതന്മാരെ സമ്മാനിച്ച തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മുദരിസായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് രാവും പകലുമില്ലാതെ ദറസ് കൊടുത്തുകൊണ്ടിരുന്നവൻ ബനിയന്റെ കണക്കെഴുതുക തുണിക്കടയിൽ. ഞാൻ ചോദിച്ചു, ഉസ്താദ് ഈ ഗതിയായി ഏത് തരത്തിൽ? എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട പണ്ഡിതൻ പൊട്ടിക്കരന്നുകൊണ്ട് പറയാ, ഇവിടെയാണെങ്കിൽ കുറച്ച് ദിക്റ് ചൊല്ലിയിട്ട് ആരുടെയും വായിലിരിക്കുന്നത് കേൾക്കാതെ സമാധാനമായിട്ട് എനിക്ക് ജീവിക്കാമല്ലോ. കിട്ടുന്ന പൈസക്ക് അൽഹംദുലില്ലാഹ് ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വാക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ ഉസ്താദുമാര് 6 കൊല്ലം എനിക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദിന് ഞാൻ എന്തു കൊടുത്താൽ മതിയാകും? ആലോചിച്ച് നോക്കാം. രാവും പകലുമില്ലാതെ അവരുടെ ഒരു ആവശ്യങ്ങൾക്കും പോകാതെ കിതാബെടുത്ത് മുമ്പിൽ വെച്ച് ഓരോ കിതാബിന്റെ ഇബാറത്തുകൾ പറഞ്ഞതിന് ഇങ്ങനെ അർത്ഥമുണ്ട്, ഇങ്ങനെയും അർത്ഥമുണ്ട് എന്ന് വിശദീകരിച്ചു തരുന്ന പണ്ഡിതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളുടെ ഗുരുത്വം അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തീരുമാനിച്ചോ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറയുന്നു, അഹങ്കാരം മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ നിന്റെ അമല് വലിച്ചെറിയുന്ന പോലെ അസൂയ മനസ്സിന്റെ അകത്ത് വന്നാലും നിന്റെ അമല് വലിച്ചെറിയുന്നതാ. ഇന്ന് പരസ്പരം തമ്മിലടിച്ച് ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നശിക്കാറായില്ലേ? അദാപുരം ഭാഗത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ കരഞ്ഞു പോവാണ്. നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബിന്റെ സമയം പോകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറുമ്പോ പള്ളി ഗവൺമെന്റ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പല സ്ഥലത്തും തമ്മിലടി കാരണം എന്റെ പ്രിയമുള്ളവരെ, ഗവൺമെന്റ് നിസ്കാരം നിരോധിച്ചിരിക്കുന്ന പടച്ചതമ്പുരാന് വഖഫ് ചെയ്ത പള്ളി, ആ ഒരു ഗതികേട് ചൂട്ടയിൽ പള്ളിക്ക് അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ആ ഒരു ഗതികേട് നമ്മുടെ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലിയ, യാസീൻ ഓതിയ, ഇബാദത്ത് ചെയ്ത റമദാനിന്റെ പഴയ കാലഘട്ടത്തിൽ ചൂട്ടയിൽ പള്ളിയുടെ ഓടിട്ട പള്ളിക്കകത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത നിർവൃതി അല്ലാഹു നമുക്ക് തരട്ടെ. തമ്മിലടിയും പക്ഷപാതവുമാണ് പടച്ചതമ്പുരാന് പൊരുത്തക്കേട് വാങ്ങുന്നതിന് തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പള്ളികൾക്കൊരു കുറവില്ല, ഒരു കുറവും പള്ളികൾക്കില്ല. വള്ളക്കടവിൽ ഒരു പള്ളി 2.5 കോടി രൂപയ്ക്ക് ഒരു സഹോദരനാണ് വെച്ചത്. ഒറ്റ സഹോദരൻ. ഒരാള് യൂണിയൻകാർ പറഞ്ഞു, സിമന്റും മണലും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇറക്കാം. അയാൾ പറഞ്ഞു, നിങ്ങൾ സാധാരണ വാങ്ങുന്നതിന്റെ ഇരട്ടി ചാർജ് വാങ്ങിച്ചു, ഒരു ചാക്ക് പോലും ഫ്രീ ആയിട്ട് ഇറക്കാൻ പാടില്ല. എനിക്ക് വെക്കണം. വസ്തു എഴുതി വിറ്റു ആ സഹോദരൻ. 2.5 കോടി രൂപയുടെ പള്ളി. ഇന്ന് അതിനും സംഘടനകൾ മത്സരിക്കുകയാണ്. 2.5 കോടി രൂപയുടെ പള്ളി വെച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ടും നമ്മുടെ പള്ളികളിൽ ആളുണ്ടോ? ഇവിടത്തെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, വന്നിട്ട് 2 ആഴ്ച അവള് പാവം. ആളുണ്ടോ ഉസ്താദിന്റെ പള്ളി? ഓ, വലിയ പള്ളിയാണ്, ശരിക്കും മലക്കുകളുണ്ട്. വലിയ പള്ളി നിറച്ച് മലക്കുകളുണ്ട്, ഒരു കുഴപ്പമില്ല. എപ്പോഴും മലക്കുകൾ ഇങ്ങനെ സഞ്ചരിക്കണ പള്ളി, നല്ല റാഹത്തുണ്ട് ഉസ്താദ്. ഒരു ഫിത്തിനയില്ല. ആളുണ്ടെങ്കിലല്ലേ ഫിത്തിന ഉണ്ടാവും. അതുകൊണ്ട് സമാധാനം, സ്വസ്ഥത. നമ്മൾ ആലോചിക്കുക, പള്ളികൾ ഒരു കുറവില്ല. AC വെച്ച പള്ളികളാണെന്ന് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളെ സംഘടനക്കാർ വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. വാ, AC ഉണ്ട് ഇവിടെ. എവിടെ പോ?
അപ്പൊ AC പള്ളി രാവിലെ ഇറങ്ങി അങ്ങ് പോയാൽ അവിടെ പോയി നിസ്കരിക്കാൻ ഒരു ഉഷ്ണമില്ല, ചൂടില്ല, സന്തോഷമുണ്ട്, ഒന്നിനും ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് കബൂലായി. എല്ലാം AC വെച്ച പള്ളികളിൽ മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ വിളിക്കുമ്പോ അതിനകത്ത് പോലും കയറാൻ കഴിയാതെ, അതിന്റെ അകത്ത് പോലും കയറാതെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പേരിൽ അസൂയ വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ വളർച്ച മാത്രം ലക്ഷ്യം വെക്കുന്ന ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സംഘടനകളിൽപ്പെട്ടവരാണെങ്കിലും, ഒരു സംഘടന എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഈ സമുദായത്തിന് തുരങ്കം വെക്കാ അവരെ കാരണമായിട്ടുണ്ടോ അത് അപകടമാണ്. അസൂയയുടെ പേരിൽ മാത്രം, അസൂയയുടെ പേരിൽ മാത്രം നിങ്ങളുടെ സമ്മേളനത്തിന് 2000 ആള് കൂടിയാൽ നമ്മുടെ സമ്മേളനത്തിന് 4000 ആള് കൂടും. അതാണ് നമ്മൾ. നിങ്ങളുടെ സമ്മേളനത്തിന് മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ സമ്മേളനത്തിന് മഴ പെയ്യും. അതാണ് നമ്മൾ. അങ്ങനെ പരസ്പരം അസൂയയുടെ പേരിൽ സഹോദരിമാര് വരെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? അമ്മായിയും മരുമക്കളും ലഹളയുണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? കൂടപ്പറപ്പുകൾ വെറുപ്പ് കാണിക്കുന്നത് എന്തിന്റെ പേരിലാ? പിശാചി സമുദായത്തിന്റെ ഉള്ളറയിലേക്ക് നുഴന്നു കയറിയിട്ട് സമ്മാനിച്ച അസൂയ കൊണ്ടല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു അക്ബർ ഒരുമിച്ചു പറയേണ്ട നമ്മൾ ഇന്ന് എപ്പോഴോ ശരിയായി നിൽക്കുന്നു. നാഥന്റെ വാക്കുകൾ പോലും മറന്നു സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു. നിൽക്കൂ, നീ ചിന്തിക്കൂ, നിന്നെ തകർക്കുക നീ തന്നെ തുനിയുകയാണോ? ഒരു കവി പാടിയതാണ്, നിന്നെ തകർക്കാൻ നീ തന്നെ തുനിയുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പിറകണ്ടാൽ നമ്മൾ ഒരുമിച്ച് പറയായിരുന്നു. ഇന്ന് പിറകണ്ടാലും തക്ബീർ വിളിക്കണ എന്റെ മോന്തയിൽ നോക്കി, ഇവൻ നമ്മളിൽപ്പെട്ടവൻ തന്നെ, എങ്കിൽ ഉറക്കെ വിളിച്ചോടാ. അവൻ വിളിച്ചാൽ നമ്മൾ വിളിക്കണമെങ്കിൽ അവൻ നമ്മുടെ കമ്പനി ആവണം, ഇല്ലെങ്കിൽ വിളിക്കൂല. നോമ്പ് താവാൻ പോവാണ്. നോമ്പ് നമ്മൾ 3 ദിവസം കഴിഞ്ഞേ അറിയുള്ളൂ. പെരുന്നാൾ തലയ്ക്കുന്ന ദിവസമേ നമ്മൾ അറിയും. നമ്മുടെ അവസ്ഥ ആ ഒരു ഗതികേടിലേക്ക് എത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, വേദന കൊണ്ട് പറഞ്ഞതാണ്, ഒരാളോടും വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല. ഈ സമുദായത്തിന്റെ ഒത്തൊരുമ നശിച്ചു പോയില്ലേ? പുഞ്ചിരി സ്വതക്ക എന്ന് പറഞ്ഞ പൊന്നാര നബി തങ്ങളുടെ ആദർശങ്ങള് പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞില്ലേ? ഈ സമുദായത്തിന്റെ പിന്തിരിപ്പൻ ആശയങ്ങളും ഒത്തൊരുമയില്ലായ്മയും കണ്ടപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളും നുഴഞ്ഞു കയറിയില്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പള്ളികളും പ്രവർത്തനങ്ങളും എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർക്ക് ഒന്നും ചിന്തിക്കാറ് വേരോടുകൂടി പിടിച്ചുകളയാ പറ്റുന്ന തരത്തിൽ ഞാനും നിങ്ങളും തമ്മിലടിച്ചില്ലേ? അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന്റെ പേരിൽ പ്രിയമുള്ളവര്, വീട്ടിന്റെ അകത്ത് പോലും കൂടപ്പറപ്പുകൾ പരസ്പരം ഭിന്നിച്ച് കഴിയുന്നില്ലേ? ഉമ്മയോട് ഉപ്പയോട് പിണങ്ങിക്കഴിയുന്ന, വർഷങ്ങളാറി പിണങ്ങിക്കഴിയുന്ന എത്രയോ മക്കൾ നമ്മുടെ നാട്ടിൽ. റമദാൻ മാസം വരികയാണ്, മാറ്റാ സമയമായി പെങ്ങളെ. റമദാൻ മാസം വരികയാണ്. നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലിട്ടുകൊണ്ട് ചവച്ചരച്ചുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചണ്ടികളെ പോലെ ഒരു വിഭാഗത്തെ പടച്ചതമ്പുരാൻ മാറ്റുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മാലാഖമാരോട് പറയും, അവർക്ക് ഞാൻ വിചാരണ നടത്തി അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ശഫാഅത്ത് വാങ്ങിക്കൊടുക്കും. ആ സമയത്ത് മലക്കുകൾ അള്ളാഹിനോട് പറയുമ്പോ അള്ള പറയും, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്. അള്ളാഹു അങ്ങനെ വിളിച്ചിട്ടില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയു യാ മുദ്ദസ്സിർ യാ മുസമ്മിൽ, അങ്ങനെയൊക്കെയാണ് വിളിച്ചത്. പരലോകത്ത് അല്ല യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ അള്ളാഹിന്റെ ഹബീബ് ഞെട്ടിപ്പോകും. എന്നിട്ട് പറയും, ഇവരുടെ ശത്രു ആരെന്നറിയോ മുഹമ്മദ്? ഇവരുടെ ശത്രു ഞാനല്ല, ഇവരുടെ ശത്രു നീയല്ല. ഇന്ന ഖസ്മഹു റമദാൻ, എവന്റെ ശത്രു റമദാനാണ്. ഞാൻ അനുഗ്രഹിച്ചു ഒന്നിന് 1000 പ്രതിഫലം വാരിക്കോരി കൊടുത്ത റമദാന്റെ സെക്കൻഡുകളെ നശിപ്പിച്ചവനാണിവൻ. അസൂയ മൂത്തുകൊണ്ട് റമദാനിൽ പട്ടിണി കിടന്ന കൂടപ്പുറപ്പിന് കാണാ പോകാൻ മനസ്സ് കാണിക്കാത്തവനാണിവൻ.
അതുകൊണ്ട് ഇന്ന ഖസ്മഹു റമളാൻ എന്ന് പറയുമ്പോ ലോകത്ത് അന്യമതത്തിൽപ്പെട്ടവർക്ക് പോലും സ്ഥാനം കൊടുത്ത, ബഹുമാനം കൊടുത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അന ബരീഉം മിമ്മൻ ഖസ്മഹു റമളാൻ. റമളാൻ ശത്രുവായി സ്വീകരിച്ചവരെ എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബും കൈവടി. റമളാനിൽ അസൂയയും കൊണ്ട് കൂടപ്പിറപ്പുകളെ റമളാനിലല്ല കാണേണ്ടത്, ശഅബാനിൽ പോയി കാണണം. ശഅബാൻ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അതിനുള്ളത്, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അതിനുള്ളതാണ്. നമ്മുടെ ബന്ധുക്കളെ പോയി കാണാൻ, കുടുംബത്തിൽ സുഖമില്ലാതെ കഴിയുന്നവരെ ഒന്ന് പോയി കാണാൻ. നമ്മളെന്താ മനസ്സിലാക്കിയത് ഇസ്ലാമിനെ സംബന്ധിച്ച്? പള്ളിക്ക് വേണ്ടി 5000 രൂപ കൊടുത്ത്, നോമ്പ് കഞ്ഞിയും കൊടുത്ത്, തറാവീഹ് കഴിഞ്ഞ് ഉണ്ണിയപ്പവും നെയ്യപ്പവും പഴവും കൊടുത്ത് എന്റെ ബാധ്യത തീർന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന മുസ്ലിമേ, നിന്റെ കൂടപ്പിറപ്പ് പട്ടിണി കിടന്നാ നിന്റെ റമളാൻ അല്ലാഹ്ക്ക് വേണ്ട. നിന്റെ കൂടപ്പിറപ്പിന് കഴിക്കാൻ ഒരു ഈത്തപ്പഴമില്ലെങ്കിൽ നിന്റെ റമളാൻ പടച്ചോന് വേണ്ട. വിശുദ്ധ ഇസ്ലാം മനുഷ്യ മനസ്സ് നൊമ്പരപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത മതമാണ്. മനസ്സിനെ വേദനിപ്പിച്ചാൽ വേദനിപ്പിച്ചവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല, ഒരു ഇബാദത്തും സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മാഊൻ പറഞ്ഞിട്ടുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ പൊളിച്ചു കളഞ്ഞ വ്യാജന്മാർ ആരെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? ആരാണ്? ബാബരി മസ്ജിദ് പൊളിച്ചവരും ഖുർആൻ കത്തിച്ചവരൊന്നുമല്ല. പിന്നെ ആരാ? ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥ മക്കളെ ആട്ടി ഓടിച്ചവരാണ്. അവരുടെ മനസ്സ് നൊന്തപ്പോ അല്ലാഹുവിന് പൊള്ളി, അവരുടെ മനസ്സ് നൊന്തപ്പോ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. അവർ വിശന്നു വലഞ്ഞു, വിഷമിച്ചു, കൈനീട്ടിയിട്ടൊന്നും കൊടുക്കാത്തവരാണ്, ഒന്നും കൊടുക്കാത്തവരാണ്. നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂല. അറിയപ്പെടാനും പ്രശസ്തിയും കിട്ടിയാൽ നമ്മൾ കൊടുക്കും. ഒരു സഹോദരൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു പോയി. അയാൾ പറഞ്ഞതാ കരഞ്ഞു. ഒരു പള്ളിയിൽ ചെന്നപ്പോ അസറായിപ്പോയി, ആരുമില്ല അവിടെ. 1-2 പേര് പള്ളിക്കകത്ത് നിൽക്കുന്നു. മുസ്ലിയാർ പറഞ്ഞു, ആ നിൽക്കണ ആള് ഇത്തിരി മിടുക്കനാണ്, കാശൊക്കെയുള്ള ടീമാണ്, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ വല്ലതും. അയാൾ പറഞ്ഞു, ശരി. അങ്ങനെ ഉസ്താദെ, ഞാൻ അയാൾ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നീട്ടിയ ഒരു സലാം, അസ്സലാമു അലൈക്കും, തെങ്ങീന്ന് വീണതാ. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, വലൈക്കും അസ്സലാം, നോക്കിക്കറിയാൻ മതിയായിരുന്നു. തെങ്ങിന്റെ വീണ കാരണം ചോദിച്ചാന്ന് വിചാരിച്ചു പുള്ളി. വലൈക്കും അസ്സലാം, നോക്കി കയറിയാ പോരായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി എന്ന് പോയി. ആ സഹോദരന്റെ ദുഃഖം ആരോട് പറയാം? അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ സദഖ? അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ ഹദിയ? പണക്കാരന്റെ വീടിന്റെ മുഞ്ചുകൂട്ടോ സംഭാവന കൊടുക്കുന്ന കൂട്ടുകാര്, പാവപ്പെട്ടവന്റെ ഓലപ്പുരയുടെ ചോർച്ച കൊടുക്കാറുണ്ടോ ഒരു 10 രൂപ? സാധുവാക്കലി വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞപ്പോൾ സാധുക്കളുടെ കണ്ണുനീരിന് വേണ്ടി എപ്പോഴും എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറയും. കാരണം എന്തെന്നറിയോ? ഞാനൊരു പാവപ്പെട്ടവനാണ്, പട്ടിണിപ്പാവമാണ്, കുടുംബത്തിന്റെ അകത്ത് നിന്ന് വളർന്നു വന്നവനാണ്. പരതന്നൂർ സമീർ എന്ന് പറയുന്ന സഹോദരൻ ഗുജറാത്തിലെ ടയർ കത്തി മരിച്ചുപോയ കഥ. ആ സാഹചര്യത്തില് ഉമ്മയും പെങ്ങളും തനിച്ചാരിപ്പോടെ ചെറ്റക്കുടലിന്റെ കണ്ണുനീരിന്റെ കഥ വേദനയോടെ അതിന്റെ സ്റ്റേജിൽ പറഞ്ഞിട്ട് ആ കുടുംബത്തിന് സ്വതക്ക വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ. ആ പ്രസംഗം ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷെ അത് പറഞ്ഞ് ഏതോ സഹോദരന്റെ കാസറ്റിലൂടെ മൊബൈലിന്റെ ബ്ലൂടൂത്ത് വഴി കിട്ടിയത് പോത്തൻകോട് അൽ അമീൻ പ്രദേശ് എന്ന് പറയുന്ന ഒരു കട നടത്തുന്ന പിതാവിന്റെ മകന് കിട്ടി. വീട്ടിൽ കൊണ്ടുവന്ന് മോൻ ഇങ്ങനെ കേട്ടപ്പോ വാപ്പ പറഞ്ഞു, വാപ്പച്ചൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. വാപ്പ കേട്ടു. പിറ്റന്ന് രാവിലെ 50,001 രൂപ ഗുജറാത്തിലെ സമീറിന്റെ വീട്ടിലേക്ക് പെങ്ങളെ കെട്ടിക്കുന്ന ആവശ്യത്തിന് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാഹി കൊണ്ടു കൊടുത്തിട്ട് ഈ സഹോദരനെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനിവിടെ പോയി. നിങ്ങൾ പറഞ്ഞ പോലെ കാറ്റടിച്ചാൽ പറക്കുന്ന കൂരയ്ക്കകത്ത് പട്ടിണി കിടക്കുന്ന ഉമ്മായെയും മോളെയും ഞാൻ കണ്ടു. 20 വയസ്സിനകത്ത് പ്രായം വരുന്ന ഷമീർ കത്തിക്കരിഞ്ഞ് കവറിനകത്ത് കറുത്ത മാംസമാണ് അടക്കാൻ വേണ്ടി പരതന്നൂർ പള്ളി കൊണ്ടുവന്നത്. അർഹതപ്പെട്ട ഇവിടെയൊക്കെ നേതാക്കന്മാര് വരും, എത്തിക്കുമ്പോ പറഞ്ഞോ ഞാൻ തരാം, വീട് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ജനസമ്മതി നേടി പത്രത്തിലും കൊടുത്ത് പരസ്യം വാങ്ങിയിട്ട് അവരങ്ങ് പോകും. കഷ്ടപ്പാടും കണ്ണുനീരും വിശപ്പും ദാഹവും മനസ്സിലാകണമെങ്കിൽ
പാവപ്പെട്ടവനായി ജീവിക്കാനും അവരുടെ നൊമ്പരമറിയാനും നമുക്ക് സാധിക്കണം. അർഹതപ്പെട്ട എത്ര പേർക്ക് നമ്മൾ സഹാരം കൊടുക്കുന്നു? അർഹതപ്പെട്ട എത്ര പേർക്ക് നമ്മുടെ സഹാരം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ട് പാവപ്പെട്ടവന്റെ മനസ്സ് നോവുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പലിശ ഹറാമായത്, കള്ളുകുടി ഹറാമായത്. ഇതൊക്കെ പാവപ്പെട്ടവന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നത് കൊണ്ടാണ്. അത് പടച്ചോന് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിന്റെ അകത്ത് മറ്റുള്ളവരോട് നുരഞ്ഞു പൊങ്ങുന്ന അസൂയ നമുക്ക് വേണ്ട. ആര് വളരട്ടെ തളരട്ടെ, ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ പാടില്ല. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത് യർദുൽ അമലു ബിശമാതതി വഅദമിർ റഹ്മാ. ബിശമാതതി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലും കരുണയില്ലായ്മ, ഒരു പരുഷമായ സ്വഭാവം. ആർക്കും ചെന്നൊരു സലാം പറയാൻ പറ്റില്ല. ഒരു വെറുപ്പും മുഖമൊക്കെ ഇങ്ങനെ കടുവ കടിച്ച് കീറിയ പോലെ ഇങ്ങനെ ഇരിക്കപ്പെട്ടു. ആരെ കണ്ടാലും വലിയ ഗൗരവം, ഒരു വിനയവും ഇല്ല. അവന് മുസ്ലിം എന്ന് പറയാൻ പറ്റും? ഇസ്ലാമിന്റെ അടയാളം എന്താ? മുഖത്തിന്റെ പരിശുദ്ധിയാണ്. നമ്മളൊക്കെ കൃത്രിമ ചിരി വെക്കുന്നവരാണ്. കുഞ്ഞുമക്കളുടെ ചിരി കണ്ടിട്ടില്ലേ? കൊച്ചുമക്കളുടെ ചിരി എന്ത് രസമാണ് കാണാൻ, എന്ത് രസമാണ്. ഏറ്റവും നല്ലതുപോലെ ചിരിക്കുന്നത് ആരാണ്? ലോകത്തെ ഏറ്റവും നല്ല പുഞ്ചിരി സമ്മാനിക്കുന്ന പ്രായമേത? സഹോദരങ്ങൾ പറയും 17ന്റെ പ്രായമാണ്. അതുകൊണ്ടല്ലേ അവര് പറയാ, കനകാംബരമാണോ നീ, കാമിനിയാണോ എൻ കാമുകിയാകാ, സമ്മതമാണോ ചൂട്ടപ്പള്ളിരടുത്തുള്ള ഓലപ്പുര കൂട്ടിലുള്ള 4 നേരം പാട്ടുമൂളും പൈങ്കിളിയാണോ നീ, പൈങ്കിളിയാണോ കനകാംബരമാണോ? അവർക്ക് അതിന്റെ ചിന്തയുള്ളൂ. അതുകൊണ്ട് അവര് പറയാം ആ ചിരിയാണ് നല്ലത്. ഒരു ചിരി കണ്ട ഇല്ലേ ചെറുപ്പക്കാർക്ക് ഇത് തന്നെ. പെണ്ണുങ്ങളുടെ ഒരു ചിരി, ഒന്ന് ചിരിച്ചടാ ഇത് പറഞ്ഞ് എന്താ ആവേശം. ഏറ്റവും നല്ല ചിരി അള്ളാഹു കൊടുക്കുന്ന പ്രായമേതെന്നറിയൂ? ആദ്യമായിട്ടൊരു കുഞ്ഞ് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രസവിച്ചു കഴിഞ്ഞ തൊട്ടിലേക്ക് നിന്റെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോ ഉമ്മാ സമാധാനത്തോടെ കുഞ്ഞിന്റെ മുഖമൊന്ന് നോക്കിയോ, ലോകത്തെ ഏറ്റവും വലിയ നിഷ്കളങ്കമായ ചിരി ആ മുഖത്ത് കാണാം. എന്ത് രസമാണ് കണ്ടാ കൊതിയൂല. ഭാര്യ പറയും നോക്കി മോള് ചിരിക്കുള്ളൂ. ഇക്കാന്നല്ല നോക്കണത്, 40-ാം ദിവസം താത്ത കുളിച്ചപ്പോ കിട്ടിയ മോതിരമാണ് ഇക്ക നോക്കണത്. ഇതൊക്കെ എങ്ങനെ പണയം വെച്ചാ കിംസിന്റെ കടം തീരുവന്നു. കാക്കാക്ക് ചിരി കാണാനുള്ള മാനസികാവസ്ഥയല്ല അന്നേരം. അപ്പോ എന്തുകൊണ്ടിത് സംഭവിക്കും? നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കും? നമ്മളൊക്കെ ഇബാദത്തുകളെ, ആരാധനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാ വെള്ളോടെ എത്തോ, എത്ര പേരെയാ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? നിഷ്കളങ്കമായ ചിരി കുഞ്ഞിനുണ്ട്. ആ ചിരി കൃത്രിമം വരുന്നത് എപ്പോഴാ? നഴ്സറി പോകുമ്പോ പിന്നെ ആ ഗ്ലാമറല്ല. കാരണം എന്താ? പെൻസിൽ മോട്ടിച്ചു തുടങ്ങി, അടുത്തിരുന്നവനെ നുള്ളി തുടങ്ങി, മുട്ടായി അടിച്ചു മാറ്റി തുടങ്ങി. അപ്പൊ ചിരിയുടെ ഗ്ലാമറൊക്കെ അങ്ങ് മാറി. പിന്നീട് ഇങ്ങനെ ദുസ്വഭാവങ്ങൾ തുടങ്ങുമ്പോ കൃത്രിമത്വം മനുഷ്യനത് വന്നുപോയി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു മനസ്സും ഇന്ന് അവന് തടസ്സമാകുന്നില്ല. ആരെ വേണവോ ബുദ്ധിമുട്ടിക്കും. കടം ദിത്തോ പടം ചിത്ത മാതരം പ്രഹരൻ നബി ഏന കേന പ്രകാരേണ പ്രസിദ്ധ പുരുഷോപവേത്. മുന്തു പ്രസവിച്ച ഉമ്മാടെ ഉദരത്തിൽ കത്തി കയറ്റാനും മക്കൾ തയ്യാറാണ്. അടുത്ത ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ഉസ്താദേ ദ്വാരക്കണം, ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. ഞെട്ടിപ്പോയി. ഗുണ്ടയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ അൻസിൽ ഫീ ഗുണ്ട. ഗുണ്ടയ്ക്ക് വേണ്ടി ദ്വാരക്കണ കാലം ആലോചിച്ചു. സാറേ ദ്വാരക്ക് ഞാനൊരു ചെറിയ ഗുണ്ട. എന്തും ഭവ്യതയോടെ പറയണമെന്നറിയില്ല. നമ്മൾ ഈ മോശത്തരങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. മദ്യം നമ്മൾ കുടിക്കുന്നു എന്ന് പറയൂല, ഞാനല്പം കഴിക്കുന്ന കൂട്ടത്തിലാണ്. സംശയമുള്ളല്ലേ കളിക്കാൻ? ഞാനല്പം കഴിക്കുന്ന കൂട്ടത്തിലാണ്. എന്ത് ബഹുമാനമാണ്! ഇപ്പൊ ഇറക്കിയതല്ലേ ഉള്ളു ആകാശത്തിൽ നിന്ന്. അതുപോലെ ഒരു ഗുണ്ടയാണ് ദ്വാരക്ക്. കൈവെട്ടാനും കാലുവെട്ടാനും ബോംബിട്ട് കൊല്ലാനും കൊട്ടേഷൻ ടീമിന്റെ തലവനായി നടക്കുന്ന എന്റെ ആഫിയത്തിന് വേണ്ടി ഉസ്താദേ നിങ്ങൾ ദ്വാരക്ക്. നമ്മൾ ആലോചിക്കും, ചെയ്തു കൊടുത്തല്ലേ പറ്റും. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ മമ്മൂട്ടി ഫെൻസിന് വേണ്ടി ദ്വാരക്കാൻ 101 രൂപ.
എന്ത് ചെയ്യും? ദുആ ചെയ്തില്ലെങ്കിൽ അവന്മാര് വെട്ടും, ദുആ ചെയ്താൽ ബാക്കിയുള്ളവർ വെട്ടും. എന്തായാലും വെട്ടുറപ്പ്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അങ്ങ് തകർത്ത് ക്യാൻസർ അസോസിയേഷനെ കുറിച്ച് രണ്ടുപേരെ വെട്ടും, അങ്ങ് തളർന്നു. നമ്മൾ ആലോചിക്കുക, ഈ സമുദായം ആർക്കു വേണ്ടിയാണെന്ന് ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുസ്സൊക്കെ നമ്മൾ പാഴാക്കി. എന്റെ സഹോദരങ്ങളെ, ഇച്ചിരിയുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം ഞാനും നിങ്ങളും ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി ഓടി നടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും സീസി പിടിക്കുന്ന കമ്പനി പോലെ പ്രവർത്തിക്കാനും കൊട്ടേഷൻ ടീമിൽ അംഗമാകാനും പ്രവർത്തിച്ച് കരുണയില്ലാത്തവരായി നമ്മൾ മാറിയില്ലേ? 23 വർഷക്കാലം കൊണ്ട് പൊന്നാര നബിതങ്ങള് ഈ സമുദായത്തിന്റെ കള്ളുകൊടിയന്മാരായ കാട്ടറബികള് പെൺമക്കളെ ജീവനോടെ കുടിച്ചുകൂടിയിരുന്ന ആഭാസന്മാരെ സ്നേഹത്തിന്റെ പർവ്വതമാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? യുദ്ധം ചെയ്തുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ഖുർആൻ തന്നെ പറയാൻ, വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും വലൗ കുന്ത ഫല്ലൻ മുനീറൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലി. അല്ലാഹുവിന്റെ നബിയേ, നിങ്ങളുടെ 23 വർഷത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചു നിന്നത് വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ചത് നിങ്ങളുടെ കാരുണ്യമാണ്. റസൂലുള്ള ആരെയും വെറുപ്പിക്കൂരല്ലോ. പൊന്നാര നബി, മുത്ത് നബി. അല്ലാഹു ആ പ്രവാചകന്റെ സമുദായത്തിൽ പെടാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? അവസന്മാർ, ആർദ്രന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരറിയാൻ ആരുമില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്തവർ നബി തങ്ങളുടെ മുമ്പ് വന്ന് കൈനീട്ടിയാൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാൻ, കരഞ്ഞുകൊണ്ട് വരുന്നവർ ചിരിച്ചുകൊണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിൽ അല്ലേ സാധു സംരക്ഷണ സമിതിയുടെ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും വേണം എൻ്റെ മോളെ കെട്ടിക്കാൻ. ആദ്യം സെക്രട്ടറിയുടെ വീട്ടിൽ, പിന്നെ പ്രസിഡന്റിന്റെ വീട്ടിൽ. അവിടെ നിന്ന് പറയും, ഖജാഞ്ചിയെ കണ്ടായിരുന്നു, ഫണ്ടിലേക്ക് ഒന്നും നടക്കൂല, ഇവിടെ നമ്മളൊക്കെ പേരിനേ ഉള്ളൂ, പുള്ളിയാണ് ഉഷാർ. നേരെ വണ്ടിയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ട്രഷറർ എടുത്ത് പോകാൻ പറയും. അത് പറയും എവിടെ? ഞാൻ അവിടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെ വീട്ടിലും പോയി കറങ്ങി നടന്ന് അവസാനം പൊതുയോഗത്തിന് പള്ളിയുടെ മദ്രസ ഹാളി വന്ന് ഓച്ചാനിച്ച് താത്ത ഇങ്ങനെ ഇരിക്കണം, വാപ്പയില്ലാത്ത മോളെ കെട്ടിക്കാനാണ്. കമ്മിറ്റി കൂടിയിട്ട് അവസാനം 1500 രൂപ സമ്മതിച്ചു കൊടുത്തു. ബാക്കി ജമാഅത്തങ്ങളോട് പൊതുവിൽ പറഞ്ഞ് കഴിവിന്റെ പരമാവധി ഉള്ളവർ പോലെ ഒന്ന് സഹായിക്കാൻ ഉസ്താദിനെ കൊണ്ടൊരു പ്രഭാഷണം നടത്തിക്കുമെന്ന സമാധാനം കൊടുത്തു. 750 രൂപ ഓട്ടോ കൂലിയായി. അതിൽ ബാക്കി 750. ആലോചിക്കണം, നമ്മളൊക്കെ 3 കോടി രൂപയുടെ കല്യാണം നടത്തിയവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. 3 കോടി രൂപ. MG ശ്രീകുമാറിന്റെ ഗാനമേള തലേ ദിവസം കല്യാണപ്പന്തൽ എരഞ്ഞോളി മൂസാര ഗാനമേള. താത്തമാരിടിച്ചു കയറൂലേ മൂസ ഗാനമേള കേൾക്കാൻ. ഒരു ഉമ്മാമ പറഞ്ഞതാ, മൂസ ഉഷാറാ ഉഷാർ, ഇച്ചിരി ഉള്ളെങ്കിലും ഉള്ളത് കാതലാണ്. നമ്മൾ ആലോചിക്കും, എരഞ്ഞോളി മൂസയെ അങ്ങോട്ട് ദഹിക്കോളൂ. കല്യാണത്തിന് പൊറോട്ടയും പത്തിരിയൊക്കെ തിന്നുമ്പോ എരഞ്ഞോളി മൂസ അങ്ങോട്ട് വന്ന്, രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. താത്തമാരിങ്ങനെ കല്യാണപ്പന്തലിൽ എന്ത് രസമാണ്. കോടികൾ മുടക്കി ഒരു വള പോലും ധരിക്കാൻ കിട്ടാതെ പ്രിയമുള്ളവരെ പിവള ധരിച്ചുകൊണ്ട് ഗതികേട് ചിന്തിച്ചുകൊണ്ട് മണവാട്ടിയാവാൻ വിസമ്മതിച്ചുകൊണ്ട് പൊട്ടിക്കരന്ന് ഫേരിലേക്ക് ചുരിദാറിന്റെ ഷാള് കെട്ടികെട്ട് ആത്മഹത്യ ചെയ്ത പെണ്ണിന്റെ കണ്ണുനീരിന് ആരാ സമാധാനം പറയുന്നത്? പണമുള്ളതുപോലെ നിങ്ങൾ നടത്തിക്കോ. കടലിന്റെ അടിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലൊക്കെ വെച്ച് കല്യാണമെന്ന് നടക്കുന്നുണ്ടായിക്കോട്ടെ. പക്ഷേ പാവപ്പെട്ടവരെ മറക്കല്ലേ, അവഗണിക്കല്ലേ, കരുണ വേണേ. അല്ലാഹു നമ്മളോട് ചെയ്ത കരുണയെ കുറിച്ച് ചിന്തിച്ചാ മാത്രം പോരെ, മറ്റുള്ളവരോട് നമ്മൾ കരുണ ചെയ്യാ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോഴാണ് അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നത്. സൃഷ്ടികളെ സ്നേഹിക്കാത്തവന് സൃഷ്ടാവിനെ സ്നേഹിക്കാൻ കഴിയൂല. സഹോദരങ്ങളെ, കാരുണ്യം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോരാൽ ഇതിന്റെ ഏറ്റവും വലിയ സമുദായത്തിന്റെ വിലപിടിപ്പുള്ള സ്വത്ത് തന്നെ കാരുണ്യമാണ്. അത് നഷ്ടപ്പെടുത്തല്ലേ. അത് പോയത് കൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് നമുക്ക് വരുന്നത്.
ചോരക്കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് വടക്കാഞ്ചേരിയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുഴിച്ചു വെച്ചില്ലേ? ചോരക്കുഞ്ഞിനെ 2.5 വയസ്സ് കഴിഞ്ഞിട്ടില്ല, കുഴിച്ചു വെച്ചു. ഉമ്മയും വാപ്പയും കരഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തി 2.5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ല. അവസാനം ദുർഗന്ധം അസഹ്യമാരപ്പോൾ ആ കുഞ്ഞിന്റെ അഴുകി ദ്രവിച്ചുപോര മാംസക്കഷണം പുറത്തെറിഞ്ഞപ്പോൾ നൊന്തു പ്രസവിച്ച ഉമ്മാടെ മനസ്സിന്റെ നൊമ്പരം കണ്ടോ? ഓടി വന്ന കുഞ്ഞിന്റെ മാംസക്കഷണത്തെ ദുഷിച്ച ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിന്റെ ഭാഗത്തെ വാരിയെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് വെച്ച് മുത്തം കൊടുത്തു പൊട്ടിക്കരഞ്ഞു. ദുർഗന്ധ ഉമ്മാക്ക് ഒരു ഗന്ധമായിട്ട് തോന്നിയില്ല. ഇതിനേക്കാൾ ഈ സമുദായത്തിനോട് അള്ളാഹുവിന് കരുണയുണ്ട്. അള്ളാഹുവിന് നമ്മളോട് കരുണയില്ലെങ്കിലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമോ? ആലോചിച്ച് നോക്ക്. നമ്മൾ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ വെച്ച് അള്ളാഹുവിന് നമ്മളോട് കരുണയില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മളൊരു പാവപ്പെട്ടവൻ എന്തെങ്കിലും സഹായിച്ചാൽ 5000 രൂപ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ദിവസം അവനോട് പറഞ്ഞു, എടാ ഒരു 100 രൂപയുടെ ചില്ലറ തരണം. നമ്മൾ നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ 250 ഇരിക്കുന്നുണ്ട്. അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ അവൻ പറയാം, പോടാക്കെ എന്റെ ഇല്ലാന്ന് പറഞ്ഞു പോയാൽ നമ്മൾ പറയാം, അല്ലോ 5000 രൂപ കൊടുത്തത് വെറുതെ ആയല്ലോ, അവന് നന്ദിയില്ലല്ലോ. നമ്മൾ പിന്നെ അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമോ? അവനെ നമ്മൾ സഹായിക്കോ? അവനെ കണ്ടാ നമ്മൾ ചിരിക്കും. ഇത് മനുഷ്യ സഹജമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. എന്നെക്കുറിച്ചൊന്നും പറയപ്പെടാത്ത കാലഘട്ടം, ഒരു പേരിലും നിന്നെ അറിയപ്പെടാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉമ്മാടെ ഉദരത്തിനകത്ത് ഒരു തുള്ളി ബീജമായിട്ട് തെറിച്ചു വീണ നിന്നെ ഭാഷയത്തിൽ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നില്ലേ? എന്തെല്ലാം സംവിധാനങ്ങളാ കുഞ്ഞു ശരീരത്തിന് അള്ളാഹു വെച്ച് പിടിപ്പിച്ചു തന്നു. അങ്ങനെ നീ വളർന്നു വന്നു. അള്ള വാരിക്കോരി തന്നു, സൗന്ദര്യം തന്നു, അഴക് തന്നു, ആർഭാടം തന്നു, എല്ലാം അനുഗ്രഹിച്ചു തന്നു. ആ പടച്ചതമ്പുരാന്റെ പവിത്രമായ പള്ളിയുടെ മിനാരത്തിലൂടെ ഹയ്യ അലസ്സലാ അത് വിളിക്കുമ്പോഴും ബ്ലൂടൂത്ത് വഴി കൂട്ടുകാരന്റെ മൊബൈലിലേക്ക് എന്റേത് നിന്റേലും നിന്റേത് എന്റേലും എന്ന് പറഞ്ഞ് അതെങ്ങനെ കടത്തിക്കൊണ്ടിരിക്കാനല്ലാതെ റിജാസിന്റെയും കിടിലം ഫിറോസിന്റെയും എഫ്എമ്മിന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കാനല്ലാതെ സാലറിന്റെ മുമ്പിലിരുന്നു കൊണ്ട് കാവ്യാഞ്ജലിയും ഹരിചന്ദനവും നിലവിളക്കും കൊലവിളക്കുമല്ല ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പിശാചിന്റെ കൂട്ടുകാര് സമ്മാനിച്ചത് കൈക്കൊമ്പിളി സ്വീകരിക്കാനല്ലോ ഈ സമുദായത്തിന് നന്ദി കാണിക്കാൻ കഴിയുന്നുണ്ടോ? ആ നമ്മളോട് പടച്ചോൻ ഇപ്പൊ ചെയ്യുന്നതെന്താ? എത്ര വലിയ കാരുണ്യമാണ്, എത്ര വലിയ കാരുണ്യമാണ്. നമ്മുടെ മക്കൾ സുരക്ഷിതമായി ജീവിക്കും, രോഗമില്ല, അപകടമില്ല. ആലോചിക്കും, ബുധനാഴ്ചയുടെ വീട് പാല് കാച്ച് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വീട് പാല് കാച്ചിന് വേണ്ടി മാറ്റി, വീട് വെക്കാൻ വേണ്ടി മാറ്റി. ഒരു വീട് വെക്കുന്നതിന്റെ കട്ടപ്പാടത് വെച്ചവർക്കറിയാം. എന്നിട്ടോ ഒറ്റ രാത്രിയാണ് ആ വീട്ടിൽ കിടക്കാൻ നിലമയിലുള്ള ആ സഹോദരൻ അല്ലാഹു ഭാഗ്യം കൊടുത്തത്. ഭാര്യയും കുഞ്ഞുമോനും 1.5 വയസ്സുള്ള കുഞ്ഞുമോനും നിഷ്കളങ്കതയുടെ ചിരി വിട്ടുമാറാത്ത കുഞ്ഞുമോനെയും ഭാര്യയെയും സഹോദരിയെയും മാതാവിനെയും കൊണ്ട് യാത്ര പോകുമ്പോൾ തൽക്ഷണം എന്റെ പ്രിയമുള്ളവരെ ചതഞ്ഞരഞ്ഞ് നടുറോട്ടിൽ വീണുപോയി. നമ്മൾ ആലോചിക്കണം, അല്ലാഹു നമ്മളോട് ചെയ്യുന്ന കാരുണ്യം എത്രയോ വലുതാണ്. നമ്മളല്ലേ അല്ലാഹുവിനെ വെറുക്കുന്നവർ, നമ്മളല്ലേ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ. ഹബീബായ മുത്തുനബി ലലംദു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാ ഉർറ മിൻ ദറമി. 2 കാല് നിന്ന് നിസ്കരിച്ച് നീര് വരുന്നു എന്ന് പറയുന്നത് പ്രസംഗത്തിന്റെ മൊഞ്ചിനു വേണ്ടി പറയണ്ട. അനുഭവിച്ചു നോക്കി, അതൊന്ന് ചിന്തിച്ചു നോക്കി. നിന്ന് തളർന്ന് കാല് നീര് വന്ന് നീര് പൊട്ടി ഒഴുകി മുത്തുനബിയുടെ കാലിൽ നിന്ന്. നമ്മൾ ആലോചിക്കണം, അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ എന്തിനായി കഷ്ടപ്പെട്ടു? അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദി വേണ്ടേ ആയിഷ, എന്റെ പടച്ചോനോട് നന്ദി വേണ്ടേ ആയിഷ.
എന്റെ കൂടെ വെള്ളിയിലുണ്ടായിരുന്ന ഒരു സഹോദരന്റെ ഭാര്യ 4 മക്കളെ പ്രസവിച്ചു. 4 പേരും മരിച്ചു. ഓരോ പ്രസവം കഴിയുമ്പോഴും 7ാമത്തെ മാസത്തിൽ പെട്ടെന്ന് കുഞ്ഞിനൊരു അസുഖം വരുന്നു, അണുക്കൾ പിടിക്കുന്നു, കുഞ്ഞു മരിക്കും. 2 കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചു. പിന്നെ സഹോദരിക്ക് ദുഃഖമായി. 3ാമത്തെ കുഞ്ഞും മരിച്ചു. വേദനയോടെ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒത്തിരി പണം ചിലവഴിച്ചു. അള്ളാഹു നമുക്കൊക്കെ തന്ന അനുഗ്രഹം നിസ്സാരമല്ല എൻ്റെ പ്രിയമുള്ളവർ. 4ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞതാ, എൻ്റെ കൂടെ വെള്ളിയിലുണ്ടായില്ല, വിളിച്ചു പറഞ്ഞതാണ്, വാക്കവി ഉസ്താദേ നിങ്ങൾ ദ്വാരക്കണം. എൻ്റെ ഭാര്യ 4ാമത്തെ കൊച്ചു പ്രസവിച്ചപ്പോ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഇവനെ എനിക്ക് വളർത്തണമെന്നില്ല, പക്ഷേ 2 വയസ്സുവരെ മുലപ്പാല് കൊടുക്കാനെങ്കിലുമുള്ള യോഗത്തിനു വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ദ്വാരക്കണേ എന്നൊരു പെങ്ങള് പറഞ്ഞു പോരെങ്കിൽ, സൂട്ടയിൽ പള്ളിയുടെ പരിസരത്ത് കഴിയുന്ന പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന മക്കൾക്ക് പകരം ആ പടച്ചതമ്പുരാനോട് നിങ്ങൾ എത്ര ശുക്ർ ചെയ്താ മതിയാകും? പ്രിയമുള്ള സഹോദരിമാരെ, എത്ര നന്ദി കാണിച്ചാ മതിയാകും? എത്ര സുജൂദ് ചെയ്താ മതിയാകും? എത്ര പൊട്ടിക്കരഞ്ഞാ മതിയാകും? അല്ലാഹു നമ്മളെ നന്ദിയുള്ളവരാക്കട്ടെ. വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുന്നു, വൽ ആദിയാതി ളബ്ഹാ ഫൽ മുറിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖആ ഫബസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹു പറയുന്നു, പടക്കളത്തിൽ പോരടിക്കുന്ന കുളമ്പുകൾ കൊണ്ട് പാറക്കഷണത്തിലേക്ക് തട്ടുമ്പോ തീ ചിതറിപ്പോകുന്ന നന്ദിയുള്ള പടക്കുതിരകൾ, പട്ടിണി കിടന്നുകൊണ്ട് യജമാനനോട് നന്ദി കാണിക്കുന്ന പടക്കുതിരകളെ സത്യം ചെയ്തുകൊണ്ട്, നാൽക്കാലികളെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പടച്ചോൻ പറയുകയാണ്, ഇരുകാലികളാണ് മനുഷ്യരെ, ഇന്നൽ ഇൻസാൻ ലിറബ്ബിഹി ലകനൂദ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നന്ദികേട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ കാണിക്കുന്നത്? ആലോചിക്കണം. അല്ലാഹുവിന് നമ്മൾ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ, അല്ലാഹ് തന്നതിന് പകരം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരാധനയുടെ ഊർധന്യത മുഴുവനും അള്ളാന്റെ മുമ്പിലെത്താ കാരുണ്യം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. ദുനിയാവിൽ നിന്റെ സഹജീവികളോട് കാരുണ്യം കാണിക്കുമ്പോഴേ അള്ളാഹുവിന്റെ കാരുണ്യം നിന്നോടുണ്ടാവുകയുള്ളൂ. പരസ്പരമുള്ള സ്നേഹവും കരുണയും. ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാഹൻ വമാ ഹും ബിഅംബിയാഇൻ വശുഹദാ വഇന്ന വുജൂഹും ലനൂർ വഇന്നഹും അലാനൂർ തഹാബൂ ബിറൂഹില്ലാഹ് അലാ ഗൈരി ഇർഹാമിൻ ബൈനഹും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, പരലോകത്ത് വല്ലാതെ മുഖം പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം, അവർ അമ്പിയാക്കളാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ല. അവര് ശുഹദാക്കളാണോ നബിയെ? പൊന്നാര നബി തങ്ങൾ പറഞ്ഞു അല്ല. പിന്നെ ആരാണ് നബി? വല്ലാണ്ട് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുമായി നിൽക്കുന്നവരാരാ? തഹാബൂ ബിറൂഹില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ഈ ചൂട്ടയിൽ പള്ളിയുടെ ഈ മുമ്പിലിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് പരസ്പരം പിണങ്ങിക്കഴിയുന്നവരുണ്ട്? മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്. നിസ്കരിക്കാൻ നിന്നാൽ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവനെ വെറുപ്പോടുകൂടി കാല് നീക്കി വെക്കുന്നവൻ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് കൂടപ്പുറപ്പിനോട് പിണങ്ങിക്കഴിയുന്നവന്? നരകമാണ്, നരകമാണ്, നരകമാണ്. മുത്തുനബി പറഞ്ഞതാ, ലാ യദ്ഖുൽ ജന്നത ഖാതിഉൻ. കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റില്ല. ആലോചിക്കണം. ഭൗതികമായ ചില ചിന്തകൾക്ക് വേണ്ടി, തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുമായി വഴക്കിടും, പിണങ്ങും. പെട്ടെന്നത് നിർത്തിയിട്ട് മടങ്ങി പൊരുത്തത്തിലേക്ക് വരണം. ഉമ്മയോട് പോലും പിണങ്ങിക്കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പൊരുത്തക്കേട് വാങ്ങും. കൂടപ്പറപ്പിന്റെ കണ്ണുനീരുള്ളവരുടെ തറാവി അള്ളാഹു വേണ്ട. കൂടപ്പറപ്പിന്റെ അവന്റെ മനസ്സിന്റെ ശാപമുള്ളവരുടെ ഇബാദത്ത് അള്ളാന്റെ മുമ്പിലെത്തൂല്ല. 5ാമത്തെ ആകാശത്തിൽ അള്ളാഹു പരിശോധിക്കുന്നത്, 6ാമത്തെ ആകാശത്തിൽ അള്ളാഹു പരിശോധിക്കുന്നതാണ്. പിന്നെയോ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏഴാമത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ പരിശോധിക്കുന്നവരെന്താ? ഏഴാമത് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ ഇബാദത്ത് 6 കവാടം കടന്ന് അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള 7ാമത്തെ സ്ഥലത്ത് പരിശോധിക്കുന്നവരെന്താ? യർദുൽ അമലു ബിസ്സൈത്തി, യർദുൽ അമലു ബിസ്സൈത്തി. 7ാമത്തെ കവാടത്തിൽ അല്ലാഹു പരിശോധിക്കുന്നത് ബിസ്സൈത്തി എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക മറ്റുള്ളവരെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഇടയ്ക്കൊരു കവാടം ഞാൻ വിട്ടുപോയി. അത് അഹങ്കാരത്തിന്റെ കൂടെ ചേർന്നതായതുകൊണ്ട് വിശദീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉജ്ജുബാണ്, അഹംഭാവം. രണ്ടും തുല്യമാണ്. അഹങ്കാരത്തിന്റെ വേറൊരു രീതിയാണ് അഹംഭാവം. അതുകൊണ്ട് അത് വിശദീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു കവാടം നിങ്ങൾക്ക് കിട്ടാതെ പോയത്. ഉജ്ജുബ്, അഹംഭാവം. യർദുൽ അമലു ബിൽ ഉജ്ജുബ്. 7ാമത്തെ കവാടത്തിൽ പരിഹാസമാണ്. ഈ ദുസ്വഭാവം മനസ്സിലുള്ളവരുടെ ഇബാദത്ത് 7ാമത്തെ കവാടത്തിൽ നിന്ന് അല്ലാഹു വലിച്ചെറിയുകയാ. വദിരിബൂ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹാ. ഇതുപോലെ മനുഷ്യന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറയും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പരിഹാസം, മറ്റുള്ളവരെ നോക്കിയിട്ട് അവന്റെ ശരീരവും അവന്റെ മൂക്കും അവന്റെ തലമുടിയും അവന്റെ കണ്ണും അവന്റെ ചെവിയും അവന്റെ സംസാരവും അത് വെച്ചുകൊണ്ട് പരിഹസിക്കാൻ നമ്മളൊക്കെ വലിയ മിടുക്കാണ്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട്, നീ കറുമ്പയുടെ മോനല്ലേ, നിന്റെ ഉമ്മ കറുത്തവളല്ലേ എന്നൊന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ സംഭവം നടന്നത് ഇസ്ലാമിൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പൊന്നാര നബി തങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞു, സഹിക്കണില്ല റസൂലേ, എന്നെ കറുമ്പി എന്ന് വിളിച്ചത് പോരാതെ, കറുമ്പൻ എന്ന് വിളിച്ചത് പോരാതെ എന്റെ ഉമ്മ കറുത്തവളാണെന്ന് പരിഹരിച്ചു നബിയെ. ആര് വിളിച്ചാലും കുഴപ്പമില്ല, എന്റെ അബൂദർ എന്നെ വിളിച്ചപ്പോ സഹിക്കണില്ല. അബൂദർ വിളിച്ചപ്പോ എനിക്ക് അസഹ്യമായ നൊമ്പരം നബി. അള്ളാന്റെ ഹബീബ് അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂദറേ, ബിലാൽ നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. ബിലാലിന് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. കറുത്തവനായതുകൊണ്ട് ആരും അവഗണിച്ചില്ല, ആരും കളിയാക്കാൻ പാടില്ല. കറുപ്പും വെളുപ്പും ഒക്കെ അല്ലാഹു തീരുമാനിക്കുന്നതാണ്. കോങ്കണ്ണും നീണ്ട മൂക്കും വാടിയ ചെറിയും ഓടിയ ചുണ്ടും ഒക്കെ അല്ലാഹു കൊടുക്കുന്നതാണ്. നമ്മൾ പരസ്പരം കളിയാക്കാൻ വേണ്ടിയുള്ളതല്ല. മറ്റുള്ളവരെ പരിഹസിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ ഒരു സ്വഭാവം അല്ലാഹുവിന് വെറുപ്പുള്ളതാ. അബൂദർ റളിയല്ലാഹു അൻഹു തിരക്കി പോവുകയാണ്, ഐന ബിലാൽ, ഐന ബിലാൽ, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ? നിങ്ങൾ കണ്ടോ? എന്റെ ബിലാലിനെ കണ്ടോ? തിരക്കി നടന്ന് ബിലാലിന്റെ അടുത്ത് ചെന്നപ്പോ ബിലാലിനെ 2 കൈ അങ്ങോട്ട് വിരിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാൽ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് എന്റെ മുഖത്തടിച്ചോ ബിലാൽ. നിന്നെ പരിഹരിച്ചത് കൊണ്ട്, നിന്നെ കളിയാക്കിയത് കൊണ്ട് എന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് പൊരുത്തപ്പെട്ടതാ ബിലാൽ. ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പെട്ടെന്ന് എന്റെ മനസ്സിലൊരു സങ്കടം വന്നപ്പോ മുത്തുനബിയോട് പറഞ്ഞതാ, നീയും പുറത്തുതാ. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം വെടിവാരവരുടെ ഇബാദത്ത് ആരാധനയുടെ ആകാശയാത്രയുടെ സമാപനത്തിലേക്ക് കടക്കട്ടെ. 7 കവാടം കഴിഞ്ഞ് പടച്ചോന്റെ മുമ്പിൽ ചെന്നാലോ, അവിടെ ഇനി അള്ളാഹുടെ പ്രത്യേക വക ഒരു ടെസ്റ്റ്. യർദുൽ അമലു ബിരിയാൽ, ലോകമാന്യതയുണ്ടോ എന്ന് അള്ളാഹു നോക്കും. ഉണ്ടെങ്കിൽ ഈ 7 തെറ്റ് ചെയ്യാത്തവനെ അതിന്റെ പേരിൽ അള്ളാഹു വലിച്ചെറിയും. രണ്ടാമത് 10 പേര് കാണാൻ വേണ്ടി ചില സഹോദരിമാര് പറയില്ലേ, ഇന്നലെ ഞാൻ അർറഹ്മാൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ഒരു ശബ്ദം. എന്തിനാ ഈ അർറഹ്മാൻ? എനിക്ക് സ്ഥിരം ഓതലുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സുബഹി കഴിഞ്ഞ് യാസീനും ഓതി, ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതി, ദിക്റും ചൊല്ലി അങ്ങനെ കിടക്കുമ്പോഴുണ്ട് സൂറാ ഒരു വിളി. അപ്പൊ എന്ത് മനസ്സിലായി? വിളിയല്ല ഇവിടെ പ്രധാനം, ദിക്റു ചൊല്ലിയതും ഖുർആൻ ഓതിയതും. അതറിയണമല്ലോ. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ 92 മക്കയിൽ നിൽക്കുമ്പോ 88 മദീനയിൽ നിൽക്കുമ്പോ
92 മക്കയിൽ നിൽക്കണം. കൊണ്ടുപോയി ചെയ്തതൊക്കെ ഇങ്ങനെ കളയണം. ചില ആൾക്കാർ പറയും ഹജ്ജിന് പോയിട്ട് വന്നാൽ നോട്ടീസിൽ അൽ ഹജ്ജ് വെച്ചില്ലെങ്കിൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴും. ഞാൻ പറയാം എൻ്റെ സംഘാടക സമിതിയിലെ സഹോദരൻ, വെക്കരുത്. അതീ കുറച്ചുള്ള സുഖമൊക്കെ കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിലധികം വെക്കുന്നുണ്ടല്ലോ, ഷെയ്ഖും ഉസ്താദുൽ അസാത്തീദും എല്ലാവർക്കും അതൊക്കെ തന്നെ വെക്കണം, അത് മതി. അതിൻ്റെ കൂടെ ഇനി ഹജ്ജിന് പോയി എന്നും കൂടെ പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. എന്താ ഇങ്ങനെ ആയല്ലോ നമ്മൾ. എത്ര നല്ല സുന്ദര സമുദായമായിരുന്നു, എത്ര നല്ല സ്വഭാവമായിരുന്നു നമ്മുടേത്. നമ്മൾ ഹജ്ജിന് പോയാൽ അറിയണം, ഉൽഹിയ കൊടുത്താൽ അറിയണം. പേര് വായിക്കാൻ വിട്ടുപോയാൽ സെക്രട്ടറിയെ പിടിച്ച് കൂമിനിച്ച് ഇടിച്ച് നിർത്തിയിട്ട് എന്റെ പറയൂലേ, പേരൊന്ന് വിട്ടുപോയാൽ. പെരുന്നാളിന് കൊടുക്കുന്ന ഇറച്ചിക്കറിയുടെ കിറ്റില് എന്റെ കിറ്റെത്തി ചെറുതായി പോയാൽ എന്നെ അവൻ പരിഹസിച്ചില്ല, സഹിക്കൂല, ഇടിഞ്ഞു വീഴുക. നമ്മൾ ആരാ എന്റെ പ്രിയമുണ്ട്? അല്പസ്വല്പം ചിന്തിച്ചു നോക്ക്. പൊട്ടാന്നി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരു കുട്ട. ചോരത്തുള്ളിയായിരുന്നു ഞാനും നിങ്ങളും. ജോർജ് ബുഷ്, നൗഷാദ് വാക്കവിയും ബറാഖ് ഹുസൈൻ ഒബാമയും മുജീബുർ റഹ്മാനും എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ ഒരു തുള്ളി ബീജമായിരുന്നു. ആ ചിന്ത എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാവണം. പാന്റ് കയറ്റി ടൈ കെട്ടുമ്പോ പിന്നെ ദീൻ ചെറുതായി എന്നൊരു തോന്നല് നമുക്ക് വരരുത്, അത് വരരുത്. പിന്നെ തൊപ്പിയിട്ടവരും താടിയുള്ളവരും പള്ളിയിലെ ഇമാമികൾ മുതലിയാരായിട്ട് നമുക്ക് തോന്നരുത്. അത് തോന്നുന്നത് എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിൽ പിശാച് കിടന്ന ആഭാസത്തരം നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലോകമാന്യതയ്ക്കു വേണ്ടി ചെയ്യുന്നതൊന്നും അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കൂല. ജനങ്ങൾ കാണണം, ഞാൻ ചെയ്തതിന്റെ പേരിൽ ജനങ്ങളെ പ്രശംസിക്കണം, ഞാൻ ചെയ്തതിന്റെ പേരിൽ. കൊച്ചാലമ്മൂടൊരു പാവപ്പെട്ട ഉസ്താദ്, സ്കാരത്തഴമ്പുള്ളവൻ, സർട്ടിഫിക്കറ്റും ട്രോഫിയും വീട്ടിൽ വാങ്ങി വെച്ചവൻ, പാവപ്പെട്ട ഉസ്താദ് അട്ടക്കുളങ്ങരയിൽ വന്നിട്ട് കൈ കാണിച്ചു തരികയാണ്. സിമന്റും താബൂക്ക് കട്ടയും ചുമന്നതിന്റെ കൈ അടയാളം രക്തക്കട്ട പിടിച്ച് കിടക്കാണ്. 3 ആമക്കളാണ് ഉസ്താദെ. ഞാൻ പറഞ്ഞു പിന്നെന്തിന് പേടിക്കണം? ഒരാള് വാക്കിയാത്തിൽ, ഒരാള് മന്നാനിയിൽ, ഒരാള് കായംകുളത്ത് ഇവള് പഠിക്കും. അവര് സിമന്റ് വെക്കാനല്ലേ പോയി. 3 ആമക്കളാണ്. ആഖിറത്തിന് വേണ്ടി അവരെ ഞാൻ വളർത്തി. എന്നോട് അവരിപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മളെയും നിങ്ങളെ പോലെ ആക്കിയിട്ട് ഒരു വീട് പോലും നിങ്ങൾക്കില്ലല്ലോ. വീട് ഇടിഞ്ഞു വീണപ്പോൾ ആ സഹോദരൻ വീട് വെക്കാൻ ഇറങ്ങി. ആലോചിക്കണം. ഇന്ന് പള്ളികളിൽ തുച്ഛമാര ശമ്പളത്തിലിരിക്കുന്ന ഉസ്താദുമാരെ ചവിട്ടിത്തേക്കുമ്പോ വീട്ടിന്റെ അകത്ത് ഭാര്യമാരെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ, മക്കളെ വിറപ്പിച്ചു നിർത്തുന്ന വാപ്പമാര് പള്ളിക്കകത്ത് വന്ന ഉസ്താദിന്റെയും മുഅദ്ദിന്റെയും നെഞ്ചത്ത് കയറുന്ന കാലഘട്ടമാണിത്. വീട്ടിലുള്ള ഭാര്യയോട് തീർക്കാനുള്ളത് പള്ളിയിലെ മൊയിലാര വണ്ടേ ഇരിക്കട്ടെ എന്ന് പറയും. അവിടെ നിന്ന് ചെലവയ്ക്ക് കിട്ടി അത് കരഞ്ഞോണ്ട് അവിടെ ഇരിക്കണം, അല്ലാതെ ഇവിടെ വന്ന് ഇവിടെ അല്ല കയറേണ്ടത്. എന്തൊക്കെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നടക്കുക. ആലോചിക്കണം. ലോകമാന്യതയ്ക്കു വേണ്ടി എന്തും ചെയ്യാം. 10 പേര് നല്ലത് പറയുമെങ്കിൽ ഞാൻ റെഡിയാണ്, അല്ലേ? അതിനുവേണ്ടി എവിടെയും പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമാണെന്ന് പറയുന്നവരെ, ലോകമാന്യതയുടെ ഒരു തരിമ്പ് പോലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തൂല. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങനെ അവിടെ നിന്ന് അല്ലാഹു തള്ളിക്കളഞ്ഞു. ഈ ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാത്തവരെ കുറിച്ചാണ് സൂറത്തുൽ മുഅ്മിനീൻ പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഒരു വിഭാഗം വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നിസ്കാരത്തിൽ അവർക്ക് ഭയഭക്തിയുണ്ട്. നിസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഉള്ളു പടയ്ക്കും, മനസ്സ് വല്ലാതെ നിയന്ത്രണം വിട്ടുപോകും. ഖുർആൻ പറയാണ്, ലോകത്തിന്റെ നായകൻ പറയാണ്, ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ബിൽ ഈമാൻ. ഈ പറയാൻ പോകുന്ന വിശ്വാസിയുടെ വിശേഷണങ്ങൾ ഉള്ളവന് ആരാധനകളെ തടഞ്ഞു നിർത്തുന്ന ദുസ്വഭാവം ഒരിക്കലും പിടിക്കപ്പെടില്ല. ഒന്ന്, ഖൽബഹു ബിൽ ഈമാൻ, അഖ്ലസ ഖൽബഹു ബിൽ ഈമാൻ. അവന്റെ ഹൃദയത്തെ ഈമാനിനു വേണ്ടി അങ്ങ് ഒഴിച്ചിട്ടിരിക്കുക.
ഈമാൻ ശക്തമായ ഈമാൻ, കറയില്ലാത്ത ഈമാൻ, കറയില്ലാത്ത ഈമാൻ. നോമ്പിന് പ്രതിഫലം വേണോ? ഈമാനം വഹ്തിസാബ. തറാവീഹിന് പ്രതിഫലം വേണോ? ഈമാനം വഹ്തിസാബ. അവിടെ ഒക്കെ ഈമാൻ ഈമാൻ എന്നാ പറഞ്ഞു. അതില്ലാത്ത പ്രവർത്തനം കൊണ്ട് രക്ഷപ്പെടൂല. രണ്ടാമതോ മുത്തുനബി പറയുന്നു, വജഅല ഖൽബഹു സലീമാ, വജഅല ഖൽബഹു സലീമാ. അവന്റെ ഹൃദയത്തിൽ കുശുമ്പും അസൂയയും കുഞ്ഞായ്മയും ഒന്നുമില്ല, ശുദ്ധമായ ഹൃദയം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ മുന്നിൽ ശുദ്ധ ഹൃദയത്തോടെ വരുന്നവർക്കല്ലാതെ രക്ഷയില്ല. അവരാണ് വിജയികൾ. മൂന്നാമതോ വിജയിക്കുന്ന വിശ്വാസികൾ, ഇബാദത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന വിശ്വാസികൾ. വലിസാനുഹു സാദിഖോ, അവരുടെ നാവ് സത്യം പറയുന്ന നാവാണ്. നാലാമത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വനഫ്സഹു മുത്മഇന്നാ, അവര് ഹൃദയം കൊണ്ട് ശാന്തരാണ്, ഹൃദയത്തെ സമാധാനത്തോടെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവരാണ്. നാലാമതോ വഖലീഖതഹു, അഞ്ചാമത് വഖലീഖതഹു മുസ്തഖീമാ, അവരുടെ സ്വഭാവം മുസ്തഖീമാ, അല്ലാഹു നേരായ രീതിയിൽ സൽക്കർമ്മമുള്ളവരാക്കിയവരെ മാറ്റി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരും അറിയാതെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയ നമ്മുടെ പള്ളി ഇന്ന് അൽഹംദുലില്ലാ ഇതിന്റെ പോസ്റ്റർ എത്ര സ്ഥലത്താണ്. ഇനി ഇതാ ഇതിന്റെ കാസറ്റ് കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഫർഹാനിന്റെ പ്രിയപ്പെട്ട സച്ചരിതരായ സഹോദരങ്ങൾ, അവര് ഇതിങ്ങനെ കേരളത്തിലുടനീളം കടകളിലും അതുപോലെ പള്ളികളിലും പർദാ സെന്ററുകളിലും അവരിങ്ങനെ ആ CD ഇറക്കി കച്ചവടം ചെയ്യാണ്. എല്ലാ ഉസ്താദുമാരുടെയും ദീനീ ദഅവത്ത് ലക്ഷ്യം. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൂടി നടക്കുമ്പോൾ നമ്മുടെ ചൂട്ടെ പള്ളി അങ്ങ് അറിയപ്പെടുകയല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളി ഇവർ നിസാരമായിട്ട് പറയല്ല. ഇത് ഇച്ചിരി പഴയ കാലം മുതൽ നമുക്ക് മോശമായി കാണാൻ നമ്മൾ നിൽക്കണ്ട. പള്ളിയോട് കളിക്കാൻ നിൽക്കണ്ട. ആരായാലും ആര് കളിച്ചാലും കിട്ടും. അതുകൊണ്ട് അതിൻ്റെ പൊരുത്തവും ഗുരുത്തവും നേടിയെടുത്തുകൊണ്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് ചലിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.